ഒരു പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി വിഷയ സംബന്ധമായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ വിഷയം അവനവന്റെ തുണി പൊക്കി നോക്കാത്തിടത്തോളം, അവനവന്റെ വീട്ടിൽ ഒരു ഭീകരനാൽ മരണം സംഭവിക്കാത്തിടത്തോളം കാലം, കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവനവന്റെ കുടുംബങ്ങളിൽ ഓരോ ജീവനുകൾ പൊലിയാത്തിടത്തോളം കാലം ഇസ്ലാമിൽ തീവ്രവാദമില്ല. പഹൽഗാമില് 29 ആളുകൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അത് ചൊല്ലാൻ പറ്റാതെ വന്ന് ലിംഗം മുഴുവനും ഉണ്ട് എന്ന കാരണത്താൽ തലയ്ക്ക് ഓട്ട വീണ് അവരുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ നിന്ന് പിടഞ്ഞു വീണു മരിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ 29 പേരും നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് ഇവിടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മതേതരനായി ജീവിക്കണമെങ്കിൽ അവർക്ക് കലിമ ചൊല്ലണോ, ലിംഗാഗ്രചർമ്മം ഛേദിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു. ആദ്യം ഭരിച്ചിരുന്ന നെഹ്റു കുടുംബം ഈ സ്വതന്ത്ര ഭാരതത്തോട് മതേതര വിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ അവിടെ വിട്ടു. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് യഥേഷ്ടം പഴയതിനേക്കാൾ വളരെ തക്ക രൂപത്തിൽ അവർക്ക് വഖഫ് ബോർഡുകളും മറ്റുമൊക്കെ റെഡിയാക്കി കൊടുത്ത് സ്വതന്ത്ര ഭാരതം പോലും അവർക്ക് തീരെഴുതി കൊടുത്ത രൂപത്തിൽ അവരെ കൊണ്ട് ഭരിപ്പിച്ച് ഈ രാജ്യം മുട്ടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന വ്യാളിയായതുകൊണ്ട്, ലോകത്തെ മുഴുവനും കരിച്ചു കളയുന്ന ക്യാൻസർ ആയതുകൊണ്ട്, പുഴുത്ത രൂപത്തിൽ ഇസ്ലാം എവിടെയുണ്ടോ അവിടെ പരിസരം പോലും ആ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടത്, ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന ഈ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടുള്ള അവബോധം നൽകാൻ ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളത്. 83% ഹിന്ദുക്കൾ അധിവസിക്കുന്ന നേപ്പാളിൽ BJPയെ പോലെ ഒരു ഹിന്ദുത്വ പാർട്ടിയില്ല, ഒരു വർഗീയ പാർട്ടിയില്ല. ഇസ്രായേൽ നമുക്കറിയാം, ജൂതന്മാർ, ട്രംപിനെ നമുക്കറിയാം. അപ്പൊ അവിടെ എങ്ങും ഇതുപോലെ SDPIയോ BJPയെ പോലെയോ ഒരു പാർട്ടി ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിലെ ഒരു പക്ഷേ ഒരേ ഒരു രാജ്യമായിരുന്നിരിക്കണം, ഹിന്ദു രാജ്യമായിരുന്നിരിക്കണം നേപ്പാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ രാജഭരണമൊക്കെ അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് കടന്നു കയറാൻ വലിയ രൂപത്തിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ അനിവാര്യമായിരുന്നു. അങ്ങനെ 2006 മെയ് മാസം 18 നേപ്പാളിനെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. എതിർപ്പില്ലാതെ ഐക്യകണ്ഠേന അത് പാസ്സാക്കപ്പെടുകയാണ് ചെയ്തത്. 83% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു തുള്ളി പോലും വർഗീയ രക്തം ചൊരിയാതെ ആ രാജ്യം സെക്യുലറായി മാറിയതാണ് നമ്മൾ കണ്ടത്. 2008 നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതില് തെരഞ്ഞെടുപ്പില് ഭയങ്കര നിരീശ്വരവാദികളായിട്ടുള്ള മാവോയിസ്റ്റുകളെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി മാറ്റി. അങ്ങനെ നമുക്കറിയാം, നേപ്പാളിന്റെ തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ കിടക്കുന്നത് ഇന്ത്യയാണ്, തുറന്നു കിടക്കുന്ന അതിർത്തികളാണ്. ഭാരതത്തിലേക്ക് വരാനും പോകാനും നേപ്പാളിക്ക് പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽക്കാരെ പോലെ പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് പോലെ മതിൽക്കെട്ടുകളില്ലാത്ത വീടുകളെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്നത്തെ മുസ്ലിം ഭൂരിപക്ഷം ഏതൊക്കെ രൂപത്തിലുള്ള വർഗീയതകളും വിഭാഗീയതകളുമാണ് ഈ രാജ്യത്ത് ഛർദ്ദിച്ചു വെക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോ നേപ്പാളിനെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു ഹിന്ദുത്വ വർഗീയതയും ഒരു ഇസ്ലാം മത തീവ്രവാദ വർഗീയ പാർട്ടികളും അവിടെ വളരുന്നില്ല. ഏതാണ്ട് കുറെ കാലം മുമ്പ് വരെ ഹിന്ദുമതം ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിരുന്ന അയലത്തെ ഹിമാലയൻ രാജ്യത്ത് ഹിന്ദുത്വ തരംഗമോ ചുഴലിക്കാറ്റോ ഹിന്ദുക്കളായിരിക്കണം എല്ലാവരും എന്ന് പറഞ്ഞ് ജയ് ശ്രീറാം വിളിച്ചിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിം വിരോധമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനകളുടെ വളർച്ചയ്ക്ക് കാരണം എന്ന് പറയുമ്പോൾ ഇത് എത്രയിടത്തുണ്ട് എന്ന് കൂടി നിങ്ങൾ പറയണം. മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ആർക്കും ഒരു വിരോധവുമില്ല. എന്തുകൊണ്ടാണ് ഇവരെ വിരോധം കാണിച്ച് നമ്മൾ അകറ്റി നിർത്താൻ കാരണം? നമുക്കറിയാം, വരും തലമുറകൾക്ക് പോലും നമ്മുടെ രാജ്യത്ത്
മതേതരത്വം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകള് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലായിരുന്ന മതനികുതിയായിട്ടുള്ള ജിസിയ വരെ കൊടുക്കേണ്ടി വന്ന ഒരു കാലഘട്ടം, അതും ഭൂരിപക്ഷ ജനതയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഗോറിയുടെയും ഗസ്നിയുടെയും ബാബറിന്റെയും ഔറംഗസീബിന്റെയും ഒക്കെ മതപരിവർത്തനങ്ങൾ നമുക്കറിയാം. ടിപ്പുവിന്റെ വാളോങ്ങിയുള്ള മതമാറ്റങ്ങൾ നമുക്കറിയാം. വാമൊഴി കഥകളിലൂടെയും വരമൊഴി കഥകളിലൂടെയും ഓരോ തലമുറയും എന്തായിരുന്നു ഇസ്ലാം മത തീവ്രവാദം. ഏറ്റവും ഒടുവിൽ 1921 വാരിയംകുന്നന്റെ കഥകൾ വരെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ പലായനമടക്കം നമുക്കറിയാം. ഇത് ഇനിയും അതുപോലെ ഒരു സാഹചര്യത്തെ വളർത്തിക്കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടില് ഏതാണ്ട് ഇന്തോനേഷ്യയെയും കടത്തിവെട്ടി മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ രാജ്യം വിഭജിക്കണമെന്ന് പറഞ്ഞു വീണ്ടും ഈ രാജ്യത്ത് ഇവർ തീവ്രവാദത്തിന്റെ ആണികൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലാദനെ പോലെ, യഹ്യാ സിൻവാറിനെ പോലെ, ഇസ്മായിൽ ഹനിയയെ പോലെ, അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള ഭീകരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, അവരെ ഈ രാജ്യത്ത് ആനയിച്ചു കൊണ്ടുവന്ന് അവരെ കുറിച്ച് മദ്ഹുകൾ പാടി, പ്രശംസകൾ പാടി, അവരെ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് വേദിയാകുന്ന മലപ്പുറത്തിന്റെ മണ്ണ്. നമുക്കറിയാം, ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ തകർക്കണമെന്നും അവരുടെ പുറത്തുകൂടി ബുൾഡോസർ കയറ്റണമെന്നും ഒക്കെ പ്രസംഗിപ്പിച്ച ആളുകൾ. അപ്പോ ഇതൊക്കെ നമ്മള് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം, പെന്റഗണിന്റെ ആക്രമണം, അവിടെ മരിച്ചു വീണ ആയിരക്കണക്കിന് ആളുകളുടെ രോദനം കേൾക്കാൻ സാധിക്കാതെ പോയ ആളുകൾ, പഹൽഗാമിൽ 29 പേരുടെ മരണം കാണാൻ കഴിയാതെ പോയ ആളുകൾ ഇന്ന് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയിൽ കരയുവാണ്. ഇതിന്റെ പേരാണ് തീവ്രവാദം. അവനവന്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എവിടെ നിന്നില്ലാത്ത ഒരു വേദനയും കണ്ണീരും ഉണ്ടാകുന്നു. അതേപോലും ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഒക്ടോബർ 7-ാം തീയതി 1400 പേരെ കൊന്ന് അവിടെ നിന്ന് പിഞ്ചു മക്കളെയും വൃദ്ധരെയും ഗർഭിണികളെയും അടക്കം പിടിച്ചുകൊണ്ടുപോയി ഓവനിനകത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് പോലും വേദനിക്കാത്ത മനുഷ്യ ഹൃദയങ്ങൾ. സ്വന്തം കുഞ്ഞുങ്ങളെ കറി വെച്ച് അവർക്ക് തന്നെ തിന്നാൻ കൊടുത്ത ഈ ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. ഇസ്ലാമിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവുമില്ല. ഈ പുസ്തകം അടിമുടി ലക്ഷണമൊത്ത വർഗീയതയാണ്, ലക്ഷണമൊത്ത തീവ്രവാദമാണ് ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ പുസ്തകവും കയ്യിൽ പിടിച്ച് ആയുധവും ഏന്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മുടെ നേർക്ക് വിരാഞ്ഞെടുക്കുമ്പോൾ ഭയമുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളയുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ആനന്ദം ലഭിക്കുന്നു. കാരണം ഈ മതപുസ്തകം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തതെന്ന്. എത്രയോ ആളുകൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു. അപ്പോ ഈ വേദന കാണാൻ സാധിക്കാത്ത വിധം നമ്മുടെ നാടിന്റെ മനസ്സ് മതരാഷ്ട്രീയ തിമിരത്തിൽ ബന്ധിതമായിരിക്കുന്നു. അവിടെ ജൂതന്മാരാണ് തന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിജയം മാത്രം ഇവരെ മുന്നിൽ കാണുന്നു. അധികാര കസേരകളിൽ ഇവർക്ക് അമർന്നിരിക്കണം. അതുകൊണ്ട് ഇതേ നിലപാട് തന്നെയാണ് ഇസ്ലാം മത തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തും പടർത്തിക്കൊണ്ടിരിക്കുന്നത്. നിരായുധരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിലേക്ക് ഇരുമ്പ് നിക്കറുമിട്ട് സൂയിസൈഡ് ബോംബറുമായി അല്ലാഹു അക്ബർ വിളിച്ച് ഇവരെ ചേക്കേറുമ്പോൾ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം കോയമ്പത്തൂര് ദീപാവലി ദിനത്തിൽ ജമീഷ മുബിൻ എന്ന് പറയുന്ന 24-കാരൻ ഒരു കാറ് മുഴുവനും ബോംബുമായി ചേക്കേറിയപ്പോൾ അവൻ ഈ ബോംബൊക്കെ കാറിനകത്ത് നിറയ്ക്കുന്ന സമയത്ത് അവൻ അവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, നാളെ ഇതേ സമയം ഞാൻ സ്വർഗത്തിൽ ഹൂറികളോടൊപ്പമായിരിക്കുമെന്ന്. ആ 24-കാരൻ ബധിരയും മൂകയുമായിട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുമായി മാസങ്ങളായി സംസാരിക്കുക പോലും ചെയ്യാതെ ഹൂറികൾക്ക് വേണ്ടി ഒരു മുറി അടച്ചിട്ടിട്ട് അവൻ ബോംബ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവന്റെ മതത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മതത്തിന്റെ ധാർമ്മികതയാണ് അപരന്റെ ജീവൻ അപഹരിക്കുക എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. മറ്റുള്ള മനുഷ്യരുടെ വേദനകളെ, മറ്റുള്ള മനുഷ്യന്മാരുടെ വേർപാടുകളെ, അവരുടെ ജീവനെ, പ്രത്യാശകളെ, പ്രതീക്ഷകളെ, ജീവിക്കാനുള്ള ആഗ്രഹങ്ങളെ ഒക്കെ മതത്തിന്റെ മുമ്പിൽ, ഹൂറികൾക്ക് മുമ്പിൽ അടിയറവ് വെച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിസ്സാരമായി കാണാൻ സാധിക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം.
അപര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കണം എന്നൊരു ടെൻഡൻസിയുമായിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിക്ക് ഇവരെന്ത് പേരാണ് പറയുക? ഇരവാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നല്ലത്, അതങ്ങ് പ്രത്യക്ഷമായി പറഞ്ഞാൽ മതിയാകും. അപ്പോൾ ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ചേക്കേറുന്ന സ്ഥലങ്ങൾ പാകിസ്ഥാനിലെ നമസ്കാര പള്ളിയാണ്. അഫ്ഗാനിലെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഒരു സഫാണ്. അതാണ് പറഞ്ഞത്. അഫ്ഗാനികൾ സമ്മതിക്കുന്നു തീവ്രവാദമുണ്ട്, പാകിസ്ഥാനികൾ സമ്മതിക്കുന്നു മുസ്ലിം തീവ്രവാദമുണ്ട്. അവരുടെ പള്ളികളിൽ ഓരോരുത്തരും പൊട്ടിത്തെറിച്ചപ്പോൾ അതാ പറഞ്ഞത്, അവനവന്റെ തുണി പൊക്കി നോക്കാത്തിടത്തോളം കാലം ഇസ്ലാമിൽ തീവ്രവാദമില്ല. സൗദികൾ സമ്മതിക്കുന്നു ഇസ്ലാമിൽ തീവ്രവാദമുണ്ട്, ഇറാനികൾ സമ്മതിക്കുന്നു അവിടെ ഇസ്ലാമിൽ തീവ്രവാദമുണ്ട്. അങ്ങനെ ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോഴും രണ്ടുപേരും വിളിക്കുന്നത് അല്ലാഹു അക്ബർ. ഇതിനകത്തൊക്കെ നിസ്സംഗതയോടുകൂടി മൗനം അവലംബിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസി സമൂഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും ഈ മത തീവ്രവാദത്തോട് മൗനം അവലംബിക്കുമ്പോൾ, മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ, സമാനതകളില്ലാത്ത രൂപത്തിൽ ജീവിതം തന്നെ തീവ്രവാദത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനുഷ്യനാകാൻ ഞാൻ ശ്രമിക്കുന്നു. അലമുറയിടുന്ന ഗാസയ്ക്കു വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് ഗാസയ്ക്കു വേണ്ടി കരയുമ്പോഴും ഇസ്രായേലിന്റെ പക്ഷത്ത് നീതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ബംഗ്ലാദേശികളോടൊപ്പം നിൽക്കാൻ, അവരുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചു വീഴുന്ന, കൊല്ലപ്പെടുന്ന ഇരകളെല്ലാവരും മതം നോക്കാതെ മനുഷ്യരാണ്. അവരുടെയൊക്കെ കണ്ണീരും വേദനകളും വേർപാടും ഒരുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നൂറുകണക്കിന് ആളുകൾ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിലേക്ക് പാഞ്ഞു കയറി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു മുൻവൈരാഗ്യവും ഇല്ലാത്ത ആളുകളെ, മുമ്പ് ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ, നിരായുധരായ നിസ്സഹായരായ നിരപരാധികളായ ആളുകളെ നിഷ്കരുണം വെടിവെച്ച് കൊല്ലുന്ന ഹമാസിനെ നമ്മുടെ നാട്ടിലെ ഒരു പറ്റം രാഷ്ട്രീയ മേധാവികൾക്ക്, രാഷ്ട്രീയ മേലാളന്മാർക്ക്, അവരൊക്കെ വലിയ രൂപത്തിൽ പോരാളികളാണെങ്കിൽ എനിക്കവർ തീവ്രവാദികളാണ്. ഇത്തരം ആളുകളെ ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. അവിടെ വീണു മരിച്ച നിരായുധരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ധർമ്മയുദ്ധത്തിൽ അനിവാര്യമായിട്ടുള്ള മരണം ഏറ്റുവാങ്ങി എന്ന് ഇവര് പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ ഒരാൾക്കും അർഹതയില്ല. അതുകൊണ്ട് മതങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒക്കെ കുഴപ്പം അവരുടെ ധാർമ്മികത നിർണയിക്കുന്നത് രണ്ടു വശത്തുമുള്ള മനുഷ്യരുടെ ജാതി പരിഗണിച്ചുകൊണ്ടായിരിക്കരുത്, മതം പരിഗണിച്ചുകൊണ്ടായിരിക്കരുത്, രാഷ്ട്രീയ വിജയങ്ങളും അധികാര കസേരകളും മോഹിച്ചുകൊണ്ടായിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഈ തീവ്രവാദത്തെ സംബന്ധിച്ച്, മാനവിക വിരുദ്ധമായിട്ടുള്ള ഈ ആശയങ്ങളെ സംബന്ധിച്ച്, ഈ മതഗ്രന്ഥം വിചാരണ ചെയ്യപ്പെടണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങളെ ഓർമ്മിപ്പിക്കാതെ പറ്റില്ല. അതുകൊണ്ട് ഈ മതഗ്രന്ഥം എല്ലാ കാലത്തും മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. മനുഷ്യന്മാർക്ക് സ്വസ്ഥമായി സ്വൈരമായി സന്തോഷത്തോടുകൂടി അവനവന്റെ മതമനുസരിച്ച്, രാഷ്ട്രീയമനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ ഈ മതം, ഈ മതഗ്രന്ഥം, ഈ ആശയം തലയിൽ പേറിയിരിക്കുന്ന ആളുകൾ വിഘാതമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ ആശയത്തെ കൃത്യമായ രൂപത്തിൽ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് വിഷയസംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടുമുള്ള സ്പഷ്ടമായിട്ടുമുള്ള ഒരു പേപ്പർ പ്രസന്റേഷൻ ആയിരുന്നു, ടീച്ചറുടേത്. ആഴത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു. ഇതിന് ആർക്കെങ്കിലും ടീച്ചർ പറഞ്ഞതിനോട് കൗണ്ടറായിട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇത്തരണത്തിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി ടീച്ചർക്കുന്നതായിരിക്കും. ചോദിക്കാം. ആരുമില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ തീവ്രവാദം എന്നുള്ളത് ഇവർക്ക് ചെയ്തില്ല എങ്കിൽ, ജിഹാദ് എന്ന സംഗതി ചെയ്തില്ല എങ്കിൽ അത് ഇവർക്ക് സ്വർഗം പുൽകുന്നതിന്
തടസ്സമായി കാണുമെന്നെങ്ങാനും എവിടെയെങ്കിലും ഒരു പഠിപ്പിക്കലുള്ളതായിട്ട് അറിയാമോ? ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് ജിഹാദ് ചെയ്യുക എന്നത്. ആ ജിഹാദ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയുധം എടുത്തുകൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല ഉള്ളത്. ജിഹാദുകൾ വ്യത്യസ്തമായ തരത്തിലാണുള്ളത്. ഒന്നാമതായി ഈ ഇന്ത്യയിൽ ഈ മത തീവ്രവാദികൾ ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ ഏത് നിയമങ്ങളെയും ഏത് നയങ്ങളെയും എതിർക്കുക എന്നതാണ്. നമ്മൾ കേട്ടില്ലേ, വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് വന്നാൽ, വോട്ടിന് വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുത്താൽ ഇവര് പ്രശ്നമുണ്ടാക്കും. വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് പറയും. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തില് അവര് ഒരു മൈമ് കളിക്കുന്നു, അതല്ലെങ്കിൽ ഒരു നാടകം കളിക്കുന്നു, കുട്ടികൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നു, അതിനകത്തെങ്ങാനും കറുത്ത വേഷമിട്ടാൽ, പർദ്ദ ഉപയോഗിച്ചാൽ, തട്ടം ഉപയോഗിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ്. ഒരു സിനിമയിൽ ഇതിനെ സംബന്ധിക്കുന്ന, മതത്തെ സംബന്ധിക്കുന്ന, ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം വന്നാൽ ഇവർക്ക് വിഷയമാണ്. അങ്ങനെ തുടങ്ങി വാക്സിൻ എടുക്കരുത് എന്ന് പറയും. രൂബല്ല വാക്സിൻ വന്ന സമയത്തും, കൊറോണ വാക്സിനേഷൻ വന്ന സമയത്തും, നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്തും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കരുത് എന്നാണ് ഇവർ പള്ളികളിലൂടെ ആഹ്വാനം ചെയ്തിരുന്നത്. ഇനിയിപ്പോ നമ്മുടെ രാജ്യം ഒരുപാട് വികസിച്ചു. സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത്രയധികം കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി വളരെ പുരോഗതി ആർന്ന ഒരു ജീവിതം, ഒരു ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ വിവാഹപ്രായം ഒന്ന് നിയന്ത്രിച്ചേക്കാം. വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 18ഉം ആൺകുട്ടികൾക്ക് 21ഉം ആക്കിയാൽ അതിവർക്ക് പ്രശ്നമാണ്. അതുപോലെ ഒരു സ്കൂളില് കുട്ടികളെ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളാണ് ഇവിടെ സമ്പന്നനും ദരിദ്രനും പഠിക്കുന്നവനും പഠിക്കാത്തവനും എല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ തുല്യരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂണിഫോം. അപ്പൊ അങ്ങനെ യൂണിഫോം ഏകീകരിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ആ സമയത്ത് അവർക്ക് തട്ടമിടണം, അവർക്ക് നിക്കാബ്, അവർക്ക് മുഖം മറയ്ക്കണം, ഗ്ലൗസ് ഇടണം. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള വേഷം പറ്റില്ല. പിന്നെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു വിവാഹം കഴിച്ചു, അടുത്ത ഒരു വിവാഹവും കൂടി കഴിച്ചാൽ ബഹുഭാര്യത്വം അനുവദിക്കാത്ത ഹിന്ദു ക്രിസ്ത്യൻ നിയമങ്ങളിലെ യുവാക്കൾക്ക് തടവും പിഴയുമുണ്ട്. പക്ഷെ മുസ്ലിം യുവാവിനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരേ രാജ്യത്താണ്. അപ്പൊ അത് മാറ്റണം, ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ബഹുഭാര്യത്വം വേണം, ഞങ്ങൾ 4 കെട്ടില്ല, പക്ഷെ ആ നിയമം ഞങ്ങൾക്ക് വേണമെന്നാണ് ഇവര് പറയാറ്. അതുപോലെ ഞങ്ങൾ തൊലാഖൊന്നും ചെയ്യില്ല, മുത്തലാഖൊന്നും പറയില്ല, പക്ഷെ മുത്തലാഖിന്റെ നിയമം നമുക്ക് വേണം. കാരണം ഫ്ലൈറ്റിൽ വരേക്കും എമർജൻസി എക്സിറ്റ് ഉള്ളത് കൊണ്ട് ഈ വിവാഹം എന്ന ഫ്ലൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങാനുള്ള സാധ്യത വേണമെന്നാണ് അവർ പറയുക. അനന്തരാവകാശം, മാതാപിതാക്കളുടെ സമ്പത്തിൽ പെണ്ണിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി സമ്പത്ത് ഞങ്ങൾക്ക് വേണം. ഏവന്റെ സമ്പത്തും ചൂണ്ടിയെടുക്കാൻ പറ്റുന്ന വഖഫ് നിയമം നമുക്ക് വേണം. നമുക്ക് ദത്ത് പറ്റില്ല, തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കുറച്ച് കൊമ്പും തുമ്പിക്കൈയും കൂടുതലാണ്. ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അവിടെ നിന്ന് ചേക്കേറിയ മതത്തിന്റെ പേരിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ആളുകൾക്ക് ഇന്ത്യ മഹാരാജ്യം അവർക്ക് പൗരത്വം നൽകാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇന്ത്യയാണ് അവരുടെ ക്യാപിറ്റൽ. അതുകൊണ്ട് അവരുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യ അവർക്ക് പൗരത്വം നൽകുന്ന നിയമം വന്നാൽ NRCക്കും CAAക്കും എതിരെ NPR വരുമോ? അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തുല്യ പിന്നോക്ക സംവരണം നമുക്ക് പറ്റില്ല. സമയം തരാം. ഹലാൽ അല്ലാത്തത് നമുക്ക് പ്രശ്നമാണ്. ഹലാൽ ബോർഡുകൾ നമ്മൾ സ്വീകരിക്കും, നോൺ ഹലാലുകൾ നമ്മൾ അംഗീകരിക്കില്ല. അങ്ങനെ നമുക്ക് ജിഹാദ് ചെയ്യാൻ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ ജിഹാദ് ചെയ്യും. നമുക്ക് ജിഹാദ് അല്ലാത്തതെല്ലാം പ്രശ്നമാണ്. കറുത്ത പർദ്ദ ഇല്ലാത്തതൊരു പ്രശ്നമാണ് ഇവർക്ക്. കാരണം കളറിട്ട പർദ്ദകൾ കുട്ടികൾ ഇട്ടുകൊണ്ട് നടക്കുന്നു, അത് പറ്റില്ല. പാട്ട് പ്രശ്നമാണ്, ഡാൻസ് പ്രശ്നമാണ്, ഫോട്ടോ പ്രശ്നമാണ്, വീഡിയോ പ്രശ്നമാണ്, യൂട്യൂബ് പ്രശ്നമാണ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലാം പ്രശ്നമാണ്. മറ്റു മതവിഭാഗങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കൽ പ്രശ്നമാണ്. അവരുടെ ഭക്ഷണം പ്രശ്നമാണ്. മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല, അത് നമുക്ക് പ്രശ്നമാണ്. നമ്മുടേത് വേണമെങ്കിൽ അവര് കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാ വേട്ടയാടപ്പെടുന്നേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവര് പ്രകടനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ തൊട്ടതെല്ലാം എല്ലായിടത്തും പ്രശ്നം.
ജിന്ന ഭരിച്ചോട്ടെ പ്രശ്നമില്ല, മോദി ഭരിച്ചാൽ പ്രശ്നമാണ്. മൗനി ബാബ ഭരിച്ചോട്ടെ പ്രശ്നമില്ല, നരേന്ദ്രമോദി ഭരിച്ചാൽ പ്രശ്നമാണ്. ആധാർ കാർഡ് നമ്മുടെ പ്രമാണങ്ങളും ഒക്കെയായിട്ട് വസ്തുവകകളും ഒക്കെയായിട്ട് ലിങ്ക് ചെയ്യുന്നു, പ്രശ്നമാണ്. ആധാർ വോട്ടർ ഐ ഡിയുമായിട്ട് പോലും ലിങ്ക് ചെയ്യരുത്, കാരണം നിർഭയമായിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. അന്യ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത്, അതവർക്ക് പ്രശ്നമാണ്. എല്ലാ രാജ്യത്തും ഇവര് ചേക്കേറി പൗരത്വത്തിന് വേണ്ടി ഇവര് ബഹളമുണ്ടാക്കും. ദേശീയ ഗാനം പ്രശ്നമാണ്, ഭാരത് മാതാ കി ജയ് പ്രശ്നമാണ്, വന്ദേ മാതരം ഇവർക്ക് പ്രശ്നമാണ്. എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇവരുടെ ജിഹാദിന്റെ ഭാഗമാണ്. ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, ജിഹാദ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നാവ് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം, തൂലിക കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം, വാളുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം. ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ഇസ്ലാം മത പഠനങ്ങൾ പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിക ദർശനങ്ങൾ പഠിപ്പിക്കുന്നത്. അതാ കാരണം ഇത്തരം നമ്മളുടെ മതത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തിനെ കണ്ടാലും ശരി അതിനെ നമ്മൾ എതിർക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിഹാദ് അല്ലാത്തതെല്ലാം ഇവർക്ക് പ്രശ്നമാണ്. ഇവർ ഉണക്കമീനിൽ മതം കൊണ്ടുവന്നു, മഞ്ഞപ്പൊടിയിൽ മതം കൊണ്ടുവന്നു, കോണ്ടത്തിൽ മതം കൊണ്ടുവന്നു. ഇതൊക്കെ ഇവരുടെ ജിഹാദിന്റെ ഭാഗമാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ജില്ല എന്നറിയപ്പെടുന്ന കോട്ടയം ആരുടെ കയ്യിലായി? ഏറ്റവും കൂടുതൽ ഭൂമികൾ പിടിച്ചെടുത്ത് മുമ്പ് ATS പുറത്തുവിട്ട വലിയ രൂപത്തിൽ ഒരു ഡേറ്റാസ് തന്നെ ഉണ്ടായിരുന്നു. 2 ഹൈവേയുടെ ഇരു കരങ്ങളും മൊത്തം മുസ്ലിങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുവാണെന്ന്. നാളെ നമ്മുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടായാൽ ആദ്യം ആയുധവുമായിട്ട് രംഗത്തിറങ്ങേണ്ടത് ഇവരായിരിക്കണം എന്ന രൂപത്തിൽ. അങ്ങനെ ഇവർ മുൻകരുതലോടുകൂടി ഈ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന ജിഹാദിനനുസരിച്ചിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാം ഇവർക്ക് ജിഹാദാണ്. ജിഹാദ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരുടെ ഇസ്ലാം പൂർത്തിയാകില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പറഞ്ഞു വന്നാൽ ജിഹാദ് ഇല്ലെങ്കിൽ അവരില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കേണ്ടത് അല്ലേ? ഇപ്പൊ ഒരാൾ കയറി വന്ന് ചെയ്തതും ജിഹാദിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും എന്ന് കരുതാം. അദ്ദേഹം കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ജെന്റിൽ ബ്രദർ, എനിക്കൊരു സംശയം. ഈ ജാമിദ മാം ഇപ്പോ പറഞ്ഞ കാര്യം, ഈ ഇസ്ലാം എന്ന വിമാനത്തിൽ കയറുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നല്ലോ നമ്മുടെ ആ ഫ്രേസിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാം എന്ന വിമാനത്തിൽ കയറുക എന്ന് ഉദ്ദേശിച്ചത് യാതൊരു കാരണവശാലും സ്റ്റാൻഡേർഡ് കൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടോ വിമാനം ഉയർന്നു പോകുന്നത് പോലെ അതിന്റെ യശസ് ഉയർന്നു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഏറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ വിമാനം എന്ന ഉപമ അവിടെ എടുത്തത് എന്നൊരു തമാശയും കൂടെ അതിനകത്ത് ചോദിക്കാറുണ്ട്. എന്നാൽ വളരെ കാര്യഗൗരവമായി തന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും ഇത് എയറിൽ തന്നെ നിൽക്കുന്നത് എന്നൊരു സംശയങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അള്ളാഹു ആകാശത്തല്ലേപ്പാ, അള്ളാഹു ആകാശത്തല്ലേ, ജിബ്രീൽ ആകാശത്തല്ലേ. അതുകൊണ്ട് നമ്മുടെ മതഗ്രന്ഥം ഇപ്പോഴും എപ്പോഴും ആകാശത്താണ്. അതുകൊണ്ട് തൽക്കാലം അത് എയറിൽ തന്നെ നിൽക്കട്ടെന്നേ. മുഹമ്മദിനെ വിട്ടുപോയി. അല്ല, അത് ശരിയാണ്. മുഹമ്മദ് നേരത്തെ എയറിലാണല്ലോ, കക്ഷി ഇറങ്ങിയിട്ടേ ഇല്ല. കുന്നിൻ ചെരുവിലൊക്കെ ആയിരുന്നു മുമ്പ്, ഇപ്പോ സ്പേസിലൊക്കെ എത്തിയിട്ടുണ്ടാവണം. ഞാൻ ഫൈസലിന്റെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഫൈസൽ ഈ പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് കയറി ഒന്ന് ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. താഴത്തേക്ക് ഇട്ടില്ലായിരുന്നു, താങ്കൾ പോയതാണെന്ന് മനസ്സിലാക്കുന്നു. ഫൈസൽ കയറി വന്നപ്പോൾ സംശയങ്ങൾ ചോദിച്ചു. ഫൈസലിന് മാത്രമല്ല, ഇതിനെ കൗണ്ടർ ചെയ്യാൻ തൻ്റെടമുള്ള, പ്രാഗൽഭ്യമുള്ള, ആവതുള്ള ആർക്കും കയറി. അറിവും ഫൈസലിനെ ഞാനും വിളിച്ചിട്ടുണ്ട്. അറിവുണ്ടാവും, അറിവില്ലാതിരിക്കത്തില്ല ജാമിദ. എന്താണേലും മദ്രസയിൽ അറിവുണ്ടായിരിക്കുമല്ലോ, അതാണല്ലോ ശ്രേഷ്ഠ പാണ്ഡിത്യം. ശരി. ഒരാൾ എഴുതിയിട്ടേക്കും ഞങ്ങൾ ലവ് ജിഹാദ് നടത്തുന്നു. ആ ലവിന്റെ കളർ പോലും പച്ചയായി. ഇടയ്ക്കൊരാൾ വന്നത് കൊണ്ടാണ് ആ ജിഹാദിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് 1-2 പോയിന്റ് കൂടി പറയാനുള്ളത്. എനിക്ക് പറയാൻ പറ്റിയില്ല. കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഇപ്പോ ഇസ്രായേലര് മരുഭൂമിയെ വിളവെടുപ്പുള്ള രൂപത്തിലാക്കി മാറ്റി, ഫലഭൂയിഷ്ടമാക്കി മാറ്റി. അവരതിനകത്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആരുടെയും നെഞ്ചത്തേക്ക് കുതിര കയറാൻ അവർ പോകുന്നില്ല.
ജൂതന്മാര് ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബൈബിളും കയ്യിൽ പിടിച്ചിട്ട് ഇവരാരുടെയും നെഞ്ചത്ത് പൊങ്കാലയിടാൻ പോകുന്നില്ല. ലോകത്തിന് മുഴുവനും എന്തെങ്കിലും രൂപത്തിലുള്ള സേവനങ്ങൾ ചെയ്ത് ജീവിതം ലളിതമാക്കുക എന്ന രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് അവരുടെ എഫേർട്ടാണ് ലോകം മുഴുവനും ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളടക്കം. ഇവര് ഇസ്രായേലിലെ ജൂതന്മാരാണ് എന്ന കാരണത്താൽ അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. പടച്ചോനാണല്ലോ ജൂതനെ സൃഷ്ടിക്കുന്നത്, അവരെ ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കുന്നത് പടച്ചോൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പടച്ചോനോടാണ് പരാതികൾ പറയേണ്ടത്. ഫ്രാൻസിൽ ഇവരുടെ പ്രശ്നം എന്താ? അവിടെ ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികളെ പേരെടുത്ത് ഖുർആൻ പറഞ്ഞതാണല്ലോ. യഹൂദന്മാർ, നസ്രാണികൾ, സാബികുകൾ, ഇവരെ ഒന്നും പടച്ചോന് കണ്ണിന് നേരെ കണ്ടൂടാ. ഇന്ത്യയിൽ എന്താണ് ഇവർക്ക് പ്രശ്നം? ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതര മതവിഭാഗങ്ങളും മതമില്ലാത്തവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അവർക്ക് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ ഇന്നത്തെ നമ്മുടെ ജീവിതം സുന്ദരമായി ജീവിക്കുക, അപരന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആരെയും ദ്രോഹിക്കാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്ന തത്വമാണ് എല്ലാ മതവിഭാഗങ്ങളും അവലംബിക്കുക. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മ്യാൻമാറിൽ വായിക്കോലിട്ട് കുത്തിയാ തിരിച്ചു കടിക്കാത്ത ആളുകളാ ബുദ്ധന്മാര്. അവരോടാണ് ഇവരുടെ പ്രശ്നം. ശ്രീലങ്കയിൽ ചെന്നാൽ സിംഹള വിഭാഗക്കാരുമായിട്ട്, അതായത് ശരിക്കു പറഞ്ഞാൽ ഇവരാണ് പ്രശ്നം. സിറിയയിൽ ഇവര് മാത്രമേ ഉള്ളല്ലോ. യസീദികളെയാണ് ഇവര് കൊന്നൊടുക്കുന്നത്. ഇറാഖില് കുർദികള്, ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണെന്നാണ് ഇവര് മനസ്സിലാക്കുന്നത്. ഇറാനില് ഷിയാക്കള്, രണ്ട് വിഭാഗവും ഇസ്ലാം മതവിശ്വാസികളാ. മുറിയൻ വേഴ്സസ് മുറിയൻ, അവിടെയും ഇവര് യുദ്ധമാണ്, പരസ്പരം മത്സരമാണ്. ഇത് നബിയുടെ കാലഘട്ടത്തിലെ തുടങ്ങിയതാണ് കേട്ടോ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹൂറികളെ കിട്ടുക, ആർക്കാദ്യം ഹൂറിയെ കിട്ടും. 72 ഹൂറികളെ വേണമെങ്കിൽ ഒന്നാമത്തെ ബട്ടൺ അടിക്കുക. അതല്ല, മധ്യപ്പുഴയും 72 ഹൂറികളും ഒരുമിച്ച് വേണമെങ്കിൽ 1ഉം 2ഉം അടിക്കുക എന്ന രൂപത്തിൽ ബട്ടൺ അമർത്താൻ റെഡിയായിട്ട് ഇരുമ്പ് നിക്കറുമിട്ട് ഇറങ്ങിത്തിരിക്കുക. ജോർദാനില് ദ്രൂസുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ 94% ഇവര് ക്രിസ്ത്യാനികളാണ്, 94% ഫിലിപ്പീൻസിൽ, അവിടെയും ഇവര് പ്രശ്നമാണ്. ആഫ്രിക്കയിലെ സകലമാന ഗോത്രങ്ങളോടും ഇവര് പ്രശ്നം. യമനിലെ ബധുക്കളുമായി എല്ലാം മുറിയന്മാരാണ്. ചൈനയിലെ റോഹിംഗ്യങ്ങളുമായി, ഉയിഗ്വർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഇവര് തന്നെ എണ്ണമറ്റ വിഭാഗമുണ്ടല്ലോ. പലസ്തീനില് ഹമാസും അൽ ഖ്വയ്ദയും തമ്മിൽ നേർക്ക് നേരെ കണ്ടാൽ വെട്ടിക്കീറും. അതായത് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, ഒരു രൂപത്തിലും മുൻവൈരാഗ്യമില്ലാത്ത ലോകത്തിലെ സകലമാന മുറിയന്മാർക്കും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബഹുദൈവ വിശ്വാസികളായി പോയി എന്ന കാരണത്താൽ ശത്രുക്കളായി മാറുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് ഇസ്ലാം. ഇനിയും ഇറാഖിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. ശരിക്കും എന്താ ഇവരുടെ പ്രശ്നം? ഇവരാണ് ഇവരുടെ പ്രശ്നം. ഇസ്ലാമാണ് ഇവരുടെ പ്രശ്നം. ഒരു ഗോത്രകാല നേതാവാണ് ഇവരുടെ പ്രശ്നം. ഇനിയും ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇവര് രക്തപ്പുഴ ഒഴുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവരെവിടെയുണ്ടോ അവിടെയെല്ലാം പ്രശ്നം. ഇന്ന് നമുക്കറിയാം ബ്രിട്ടനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇവര് കാരണമാണ്. ഇവരുള്ള ഏതൊരു സ്ഥലത്തും ഇവര് മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഒരു വൺമാൻ ഷോ ആണ് ഇവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ജിഹാദ് ചെയ്യാൻ വേണ്ടി ഇവരെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇവർ തെരഞ്ഞെടുത്തത് UP ആയത് നന്നായി. ബറേലിയില് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ബാനറുകളും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് യോഗിയുടെ പോലീസ് ഇതൊക്കെ പിച്ചിക്കീറി നിലത്തിട്ട് ചവിട്ടി അരച്ചപ്പോഴേക്ക് അയ്യോ ഞങ്ങളുടെ മുഹമ്മദിനെ ചവിട്ടുന്നതെന്നും പറഞ്ഞ് പ്രശ്നം. അപ്പോഴേക്ക് 1323 പേർക്കെതിരെ FIR ഇട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പിടിച്ചകത്തിടാൻ പറഞ്ഞു യോഗി. സ്വൈര ജീവിതത്തിന് എവിടെയും ഇവർ തടസ്സമായതുകൊണ്ടാണ് എവിടെയും ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇനിയും എയർപോർട്ടുകളിൽ നമുക്ക് കാണാം. പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മുറിയന്റെ പേരാണോ? തീർന്നു സംഗതി. കാരണം നമ്മൾ മുക്കിയാലും മൂളിയാലും സ്വർണം വരില്ല. ഇവരിരുന്ന് മുക്കിയാൽ സ്വർണമാണ് ഇവരുടെ പിൻഭാഗത്ത് കൂടി വന്ന് വീഴുന്നത്. അതുകൊണ്ട് ഇവരെവിടെയും വാച്ച് ചെയ്യപ്പെടുവാണ്. ഇവരെ നിരന്തരം ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ പ്രശ്നക്കാരാണ് എന്ന് ഇവര് തന്നെ ചേക്കേറിയ രാജ്യങ്ങളിൽ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ.
ഇസ്ലാം മതം ലോകവ്യാപകമാക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കിയതാണ് ഇസ്ലാം എന്ന മതം. ഒടുവിൽ ഇവിടെ അള്ളാഹുവിന് ആരും ഈ മതത്തെ മിണ്ടാത്തതാണ് നമുക്ക് സംരക്ഷിക്കാനും പറ്റിയില്ല. കേൾക്കാത്തതാണ്. അള്ളാഹുവിന് ഈ മതത്തെ ആരും ഒന്നും സംരക്ഷിക്കാൻ പറയുന്നില്ല. കഴിഞ്ഞിട്ടില്ല. പുള്ള പൈസയില് പുള്ള പോയാ എങ്ങനെയാണ് പൈസയിലെ പുള്ള അനിൽകുമാർ, തിരിച്ചു താങ്ക് യു. പൈസലോടി ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് അവര്? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. തീർച്ചയായും ഇതിനൊക്കെ എന്ത് മറുപടി പറയും? ഒരക്ഷരെങ്കിലും തിരിച്ചു പറയട്ടെ. ആ വാര്യരെ ഇന്ന് ഒരുത്തൻ വന്ന് സോറി പറഞ്ഞായിരുന്നു. വാര്യരെ തെറി പിടിച്ചില്ലേ ഒരുത്തൻ 2 ദിവസം മുമ്പ്. സലാഹുദ്ദീൻ ആ രാവണനെ കൊണ്ട് സോറി പറയിപ്പിച്ചു കേട്ടോ രാവണൻ. പക്ഷേ അവന്റെ വാദം എന്താണെന്ന് അറിയാമോ? അവൻ അതായത് അവന് അങ്ങനെ റെനി, റെസ്പോണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു. വേണ്ടത് അതായത് ഡിഫൻസിനായിട്ടാണ് അവൻ ജനാധിപത്യമാണ്. 3 വയസ്സുള്ള കുട്ടി നമുക്ക് എന്നൊക്കെ പറഞ്ഞത്. മതങ്ങളെ ഡിഫൻസിനായിട്ടാണ്. സംബന്ധിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും പോസ്റ്റർ ഒരു ഒട്ടിക്കണ്ട. ഡിഫൻസ് തീർത്താണ്. ആരുടെ മതവും ശരിയാണ് എന്ന് പക്ഷേ സർട്ടിഫൈ ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല ഞങ്ങൾ. ഞങ്ങൾ മതത്തിൽ നിന്നും അങ്ങനെയൊക്കെ പറഞ്ഞു. വിഭിന്നമായി ചിന്തിക്കുന്ന പിന്നെ ജനാധിപത്യ ഇന്ന് വിശ്വാസികളാണ്. നല്ലൊരു വീണ്ടും അവൻ അന്ന് മുഖം രക്ഷിക്കാൻ വന്നു, നടന്നില്ല. ഈ സമയത്ത് ഇവന്മാരൊന്നും കയറി വരില്ല. ഇങ്ങനത്തെ സമയത്ത് കയറി അതാണ്. ഇങ്ങനെ ചില പക്ഷികളൊക്കെ ഇങ്ങനെ ഒരു മരത്തിലേക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ പറന്ന് വന്നിട്ട് പെട്ടെന്ന് ആ മരത്തിലേക്ക് നോക്കുമ്പോ എന്തോ അവര് കണ്ട് പേടിച്ചിട്ട് താഴോട്ട് വന്നിട്ട് അങ്ങനെ പറന്നു പോകത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. റൂമിലേക്ക് ഇങ്ങനെ നിർത്തി നോക്കിയിട്ട് പറന്നു പോകും. ഈ മതം ഇത്ര ഭീകരമാണ്. അത് ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ബൈബിളിൽ ഒരു വചനമുണ്ടല്ലോ, നന്മയെ തിന്മയാക്കുകയും തിന്മയെ നന്മയാക്കുകയും. അതാണ് ഈ ഇസ്ലാമിന്റെ പുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. ഈ ലോകത്തിലെ സകല തെണ്ടിത്തരവും ചെയ്ത ഒരു മനുഷ്യൻ, ഭൂലോക മണ്ടത്തരങ്ങൾ പറയുന്ന ഒരു ദൈവം, ഇത് മാനവരിൽ മഹോന്നതനാണെന്നും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി മുഹമ്മദിന്റെ ജീവിതം പാഠപുസ്തകത്തിൽ കൊണ്ടുവരാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നു. ഞാന് മിസ്റ്റർ സ്റ്റാലിനോട് പറയുകയാണ്, അന്ന് സ്റ്റാലിന് അതപ്പതിക്കും. നമ്മളിവിടെ ഉള്ളിടത്തോളം സ്റ്റാലിൻ അതുകൊണ്ടുവന്ന സ്റ്റാലിന്റെ ഇടപാടും കിട്ടും. സ്റ്റാലിനോട് ഞാൻ പറയുകയാണ്, സ്റ്റാലിന്റെ ഉപ്പ ഉണ്ടല്ലോ, സോറി അപ്പനായിരുന്ന ആള് മുത്തു കരുണാനിധി, MK കരുണാനിധി. കരുണാനിധിയുടെ ജീവിതം അങ്ങോട്ട് ഇട്ടുകൊടുത്താല് ഇതിലെത്രയോ നന്നായിരിക്കും. പുള്ളി അറ്റ്ലീസ്റ്റ് 4 ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു, കുറെ മക്കളൊക്കെ ഉണ്ടായി. പക്ഷെ അറ്റ്ലീസ്റ്റ് അയാൾക്ക് നല്ല ഒരു എഴുതാനുള്ള കഴിവ്, ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല കഥകളൊക്കെ ഉണ്ടാക്കി നല്ല നല്ല ഡയലോഗ് എഴുത്തുകാരനൊക്കെ ആയിരുന്നു. തമിഴ്നാട് കുറെ കാലം ഭരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഓക്കെ. അല്ലാതെ ഇയാളെ മാതിരി ഭൂലോക തെണ്ടിത്തരത്തിൽ നടന്ന ആളല്ല. അല്പസ്വല്പം മാനം മര്യാദയൊക്കെ ഉണ്ടായിരുന്നു MK കരുണാനിധി സാറിന്. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങ് ഇട്ടാ പോരെ തമിഴ്നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാൻ. എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ടല്ലോ തീരുമാനിക്കാൻ. ആളുടെ തന്നെ ജീവിതം പഠിപ്പിക്കാൻ. അതിനവരോട് തന്നെ സർട്ടിഫൈ ചെയ്യുന്നേ. സംഭവം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് റെനി ചെയ്തോ. എന്ത് ജീവിതം എനിക്കതാ മനസ്സിലാവാതെ. അത് ഞാൻ ആരോടാണ് 8 ഭർത്താവിനെ കെട്ടാൻ പറഞ്ഞത്? മുഹമ്മദ് ഹുസൈൻ. ഞാനതിന് മുഹമ്മദ് അല്ലല്ലോ. ഇവരുടെ ഞാൻ സ്വാധീനത്തെ മുഹമ്മദ് അല്ല, എവിടെ ചിലപ്പോ ആയിഷയുമല്ല. ഒരു പേടിയാണ് അവര്. നടന്ന് കെട്ടുന്ന രീതി എനിക്കില്ല. ക്രിസ്ത്യാനികളാരും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ലേ, ഹിന്ദുക്കളാരും വോട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ എങ്ങാനും വന്നു പോയെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കണ്ടേ. അപ്പൊ അവരോടൊക്കെ കൂട്ടുകൂടിയപ്പോ അവര് പറഞ്ഞു കാണും, ഞമ്മന്റെ നബിയെ ഒന്ന് പൊക്കണം കേട്ടാ, ഞമ്മന്റെ നബിയെ ഒന്ന് പൊക്കണം, ഞമ്മന്റെ നബിയുടെ ജീവിതകഥയൊക്കെ പഠിപ്പിക്കണം കേട്ടാ എന്ന് പറഞ്ഞാണ് ഉടനെ പുള്ളി ചാടി തുള്ളി അതങ്ങ് പറഞ്ഞു, നബിയുടെ ജീവിതകഥ പിള്ളേരെ പഠിപ്പിച്ചേക്കാന്ന്. ഇപ്പൊ ജാമിദ ടീച്ചറാ പറഞ്ഞത്. തമിഴ്നാട്ടിൽ മുഴുവൻ അഡൽട്സ് ഓൺലി, പുസ്തകം അഡൽട്സ് ഓൺലി ആണേന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട ഗതികേട് വരും. പണ്ടത്തെ പോലെ പിന്നെ സ്കൂളിലെ കൊച്ചു പിള്ളേര് കൊണ്ടുപോകുന്ന സ്കൂളിലെ വലിയ പുസ്തകങ്ങളെല്ലാം പിന്നെ കൊച്ചു പുസ്തകങ്ങളെന്ന് പേരിട്ട് വിളിക്കേണ്ടി വരും. അതെ അതെ. 1-ാം ക്ലാസ്സിൽ പോകുന്ന പിള്ളേര് അയ്യോ എന്റെ നിക്ക നാളെയാണേ എന്നൊക്കെ പറയുമായിരിക്കും. അല്ല 1-ാം ക്ലാസ്സിൽ പോകുന്ന കൊച്ച്, അല്ലെങ്കിൽ പോട്ടെ ഈ 1-ലും 2-ലും 3-ലും ഒക്കെ ഇരിക്കുന്ന 5, 6, 7 വയസ്സുള്ള കൊച്ച് കാത്തിരിക്കും
മുഹമ്മദ് എന്ന് പറയുന്ന ഞമ്മന്റെ സുൽത്താൻ വന്ന് ഞമ്മടെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന കാഴ്ച കാണാൻ. അതെ 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 അത് എന്ന് പിന്നെ നമ്മുടെ കാര്യം നാട്ടിലെ കാത്തിരുന്ന് ലീ സിസ്റ്ററെ കാത്തിരുന്ന് നമ്മുടെ കാലങ്ങൾ പോകുതടി. നമ്മുടെ അലിയാർ കാസിമിയുടെ നേതൃത്വത്തില് LKG UKG കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ക്യാമ്പയിനും ഉണ്ടാകും. എനിക്ക് 6 വയസ്സിൽ ഭാര്യയാകാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം തരുന്നുണ്ട്. നിങ്ങൾ നിഷേധിച്ചിട്ട് കിലോ കണക്കിന് സാധനങ്ങളുമായിട്ട് ബാഗിനകത്ത് പുസ്തകങ്ങളും ബുക്കുകളും ടിഫിനും വാട്ടർ ബോട്ടിലും സ്നാക്സും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നമ്മളെ ചുമപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ കുട്ടികൾ പ്ലക്കാർഡും ഏന്തി ഒരു ക്യാമ്പയിനും കാണും. കാരണം 6 വയസ്സിൽ എന്താ മൂക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചത്. 18 വയസ്സും 21 വയസ്സും ഒക്കെ വിവാഹപ്രായം പെൺകുട്ടികൾക്കാക്കിയിട്ട് പെൺകുട്ടികൾ വീട്ടിലിരുന്ന് നരകിക്കാനോ മൂത്തുപോകാനോ എന്നാ ചോദിച്ചേ. എന്താ 18-ലെ മൂക്കത്തുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ഒരു ക്യാമ്പയിനും കൂടി ഉണ്ടാകും. ഇതിനകത്ത് കണക്ട് ചെയ്ത് പറയണമെന്ന് പറയാ. ഇല്ലേ നിനക്ക് ധൈര്യമുള്ള നീ ഈമാനുള്ള മുസ്ലിം ആണെങ്കിൽ കേറി വാടാ. ഞാൻ വാടാന്ന് വിളിക്കുന്ന നീ ഇന്ന് രാവിലെ മുതൽ അത് മറ്റു ദിവസങ്ങൾ ഒരിക്കൽ പോലും നീ മുഹമ്മദീസയാണോ അല്ല അവന്റെ ചേട്ടനാണോ? സത്യം പറ നീ ആരാ? ആരുടെ ലില്ലി സിസ്റ്റർ? ലില്ലി സിസ്റ്റർ ആരെയായിരുന്നു വിളിച്ചത്? ഒരു അനിൽ എന്ന് പറഞ്ഞിട്ട് താഴെ ഇരിപ്പുണ്ട്. മറ്റേ അനിൽ മൂ ആണോ? അനിൽ മൂ അതെന്തോ ഞാൻ നോക്കാൻ പറ്റില്ല, ഞാൻ ഡ്രൈവിംഗ്. ആ ചാറ്റിൽ അനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിക്കേ തിരിച്ചായതാരോ. അനിൽ മുസ്തഫയാണോ? ഇസ്ലാമിക ചമ്പാദകൻ. ഒറ്റ കാര്യം ഞാൻ നിന്നോട് പണ്ട് ചോദിച്ച അതേ കാര്യം ഇന്നും ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ചതാ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ ചോദ്യം നമ്മുടെ പാറ്റുവച്ചാൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിപ്പോ ക്ലീശേ ചോദ്യമായി. മമ്മൂട്ടിയോട് ഇക്ക നിങ്ങളുടെ സൗന്ദര്യം എങ്ങനെയാ കീപ്പ് ചെയ്യുന്നത് ചോദിച്ച പോലത്തെ ചോദ്യമായി മാറി. മുഹമ്മദിന്റെ നിന്റെ പേരിനപ്പുറത്ത് കിടക്കുന്ന അനിൽ മുഹമ്മദ് എന്നുള്ള പേര്, ആ പേര് നിനക്ക് തന്ന ആ വ്യക്തി ഉണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വലിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ 2 നന്മ പറയാൻ പറഞ്ഞിട്ട് അന്ന് നീ കണ്ട വഴി ഓടിയിട്ട് ഇന്ന് വരെ ഒറ്റ ക്രിസ്ത്യാനിയുടെ പാനലിൽ കയറിയിട്ടില്ല. താഴെ വന്ന് പേടിച്ചിട്ട് കൂടി കമന്റ് ഇടും. നീ അവിടെ എവിടെ വന്ന് വർത്താനം പറയാൻ? അവർക്ക് ഒന്നുകിൽ ഇതും ഒരു ജിഹാദിന്റെ ഭാഗമാണ്. സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എഴുതിയെങ്കിലും അവർക്ക് അവരുടെ ആശയം പറയണ്ടേ, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ കാരണം ഈ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ന് UK അനുഭവിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കാണുന്നു. ഇസ്രായേൽ, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഒരു തരം വൈറസ് പോലെ പടർന്നു പിടിക്കുന്നു എന്നത് ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഭീകരവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു തീവ്രവാദി ഉറങ്ങിക്കിടപ്പുണ്ട്. അവസരത്തിനൊത്ത് അവൻ എഴുന്നേറ്റ് പ്രവർത്തിക്കും. അതാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ നമ്മൾ ഈ കേരളത്തിൽ കണ്ട ഒരു ഐക്യം. പക്ഷേ ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ്. എല്ലാ ഭീകരവാദ സംഘടനകളും മുസ്ലിം സംഘടനകളാണ്. ഇത് അപകടകരമായ ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്തും പോയിന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. ഒരു പോയിന്റിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതായത് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ അതിനെ ഇങ്ങനെ തിരുത്താൻ താല്പര്യപ്പെട്ട് ഖുർആൻ വിശ്വസിച്ച് ഒരു മുസ്ലിമും തീവ്രവാദിയാണ്. അതിന് പറഞ്ഞത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ടാണ് കേട്ടത്. വാര്യർ, ഞാൻ നന്നായിട്ട് കേട്ടില്ല എന്താണെന്ന്.
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഏതൊരു മുസ്ലിം അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, അല്ലെ ഭീകരവാദികളല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനതിനെ തിരുത്താനാണ് ആഗ്രഹിക്കുന്നത്. വാര്യർക്ക് റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. അതായത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഏതൊരു മുസ്ലിം അല്ല വാര്യർ, അതായത് ഈ ജസ്റ്റ് ഫോളോവർ ഉണ്ട്, അവർക്ക് ഈ മതത്തെക്കുറിച്ചോ മതഗ്രന്ഥത്തെക്കുറിച്ചോ യാതൊരു ഐഡിയയുമില്ല. മുസ്ലിമായി എന്നതിന്റെ പേരിൽ അത് തന്നെയാ പറഞ്ഞത്. ഞാനത് ഇപ്പൊ കേൾക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ അത് തന്നെയാ പറഞ്ഞേ. ഖുറാൻ വിശ്വസിക്കുകയും ഖുറാൻ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ അവൻ തീവ്രവാദിയാണ്. കാരണം ഖുറാൻ അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മേയ്ക്കാൻ ഉദ്ദേശിച്ച പോയി. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഓക്കെ, ശരിയാണ്. ഖുർആൻ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്ന ഒരാളെ തീവ്രവാദി എന്നല്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, റൈറ്റ്? എക്സാക്ട്ലി. ഓക്കെ, അപ്പോ ഈ ഇസ്ലാം എന്ന മതം വൈറസ് ആണെന്നും ക്യാൻസർ ആണെന്നും നമ്മൾ പറയാൻ കാരണം ലോകത്തിന്റെ ഒരു മുക്കിലും മൂലയിലും മനുഷ്യന് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല. മറ്റ് ജനവിഭാഗങ്ങള് ഈ മതഭീകരർ കാരണം സാധാരണ ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്നു. ഇവരിൽ നിന്നും മക്കളെയും പിടിച്ചുകൊണ്ട് നെട്ടോട്ടമോടേണ്ടുന്ന ഒരു സാഹചര്യം. എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ലോകരാഷ്ട്രങ്ങൾ ഏതാണ്ട് അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിന്റെ ഭാഗമാണ് നല്ലത്. എന്തായിരുന്നാലും 2001 സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാം ഭീകരവാദം ആഗോള സമാധാനത്തിന് ഭീഷണിയായി രൂപപ്പെട്ടു എന്നത് ലോകരാജ്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇസ്ലാമിക രാഷ്ട്രീയം, തീവ്രവാദം, ഭീകരത ഇതൊക്കെയായി ലോകം ഇന്ന് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജിഹാദിന്റെ പേരില് മുസ്ലിങ്ങൾ ലോകം മുഴുവനും തീവ്രതകള്, ഭീകരതകള്, ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ച അപരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന രൂപത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു. മതപരമായ പ്രചോദനം കൊണ്ട് ഈ ഗ്രന്ഥം ഉൽപ്പാദിപ്പിച്ച ഭീകരതകൾ കാരണം യുദ്ധവും കൊള്ളയും കൊലയും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ടെൻഡൻസിയും ഒക്കെ ഈ മതം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരമാണ്. ഇത്തരം ഇസ്ലാമിക സംഘടനകൾ, ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾ ലോക സമൂഹത്തിന് തന്നെ അപകടമാണ്. അതിക്രൂരമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളാണ് ഈ ഇസ്ലാമിക ഭീകരർ നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, പാകിസ്ഥാൻ, യമൻ, സിറിയ, അമേരിക്ക, നമുക്കറിയാം ഇസ്ലാമിക ഭീകരത കാരണം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടായ, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട, നാശനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് ഈ ഭീകരതയെ സംബന്ധിച്ചിട്ടുള്ള അവബോധം ഓരോ ഇന്ത്യക്കാരിലും ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നതിലുപരി എല്ലാവരും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ശക്തമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അത് പിന്തുണയായിരുന്നാലും വിമർശനങ്ങളായിരുന്നാലും പ്രശ്നമല്ല, അത് നിങ്ങൾ രേഖപ്പെടുത്തണം. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ നമ്മുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണത് എന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോ ചില ആളുകൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്തു പോകുമോ എന്ന ഭയം, അങ്ങനെ ഒരു ഭയവും ഇവിടെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായിരുന്നാലും നമ്മൾ തുറന്ന മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കും. വിമർശനങ്ങൾക്ക് സ്വാഗതം. അതുകൊണ്ട് നമ്മുടെ അച്ഛൻ കുഞ്ഞു ബ്രദറൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ, മുസ്ലിം സഹോദര, ഞാനാണെങ്കിൽ മുറിയാന്നാ വിളിക്കുക. അത്രയ്ക്ക് ബഹുമാനത്തോടു കൂടിയാണ് ഇവര് തന്നെ ഇത് സംബോധന ചെയ്തത്. ഞാനെന്നല്ല കേട്ടോ, ഞാൻ എന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. അച്ഛൻ കുഞ്ഞു ബ്രദർ ആണെങ്കിൽ സഹോദര എന്ന് വിളിച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ തീവ്രവാദത്തെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച്, ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, ഈ മതത്തെക്കുറിച്ച്, മതത്തിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. തുറന്ന മനസ്സോടെ നമ്മൾ സ്വീകരിക്കുന്നു. ശരിയല്ലേ അഡ്മിൻ? ഇടയിൽ പറയുകയാണ്, തീർച്ചയായിട്ടും ജാൻവി ടീച്ചർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വളരെ പ്രശംസനീയമാണ്. അതായത് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഗവൺമെന്റിൽ നിന്നോ പോലീസിൽ നിന്നോ ഒരു സപ്പോർട്ട്, അതായത് ഈ ഒരു വിഷയത്തെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായാല് ഇവര് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഞാന് പുറത്തു പോവുകയാണ്. ബിൽ മെഹർ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ പേഴ്സൺ, ആക്ടർ ഒരാളുണ്ട് അമേരിക്കയിൽ. വളരെ പ്രശസ്തനായ ആളാണ് ബിൽ മെഹർ.
അയാള് ഹീസ് അഗൈൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി. അയാളൊരു ലെഫ്റ്റ് ലീനിങ് ആള് തന്നെയാണ്. എന്നിരുന്നാലും അയാള് പറയുകയാണ്, അയാളുടെ ഒരു ഇത് 2019 മുതൽ 2024 വരെ 1,00,000-ലധികം ക്രിസ്ത്യാനികളെയാണ് നൈജീരിയയിൽ മാത്രം കൊന്നൊടുക്കിയിരിക്കുന്നത്. ഈ 4-5 വർഷം കൊണ്ട് നൈജീരിയയിൽ മാത്രം 1,00,000-ലധികം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ, അവര് ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ കൊന്നൊടുക്കിയത് 1,00,000-ലധികമാണ്. ഗസയില് എന്താണ് വംശഹത്യ നടക്കുന്നേന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കുറെ എണ്ണം കരച്ചിലോട് കരച്ചില്ല. ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ മനുഷ്യരല്ലേ? ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞത് അതാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ മണ്ണിന്റെ അടിയിൽ കിടന്നോട്ടെ, അവരെ തൊടരുതെന്നും പറഞ്ഞിട്ട് അവരെ മരിക്കാൻ വിട്ട് ചീഞ്ഞടിഞ്ഞിട്ട് ഇപ്പൊ അവരെ തൊടാൻ പോലും അവിടെയുള്ള മുസ്ലിം ഭർത്താക്കന്മാര് പോലും ഭാര്യമാര് ചത്ത അവിടെ കിടന്ന അതിന്റെ മുകളിൽ മണ്ണിടുക അല്ലാതെ അവരെ എടുക്കാനോ ഒന്ന് കുഴിച്ചിടാനോ ചെയ്യുന്നില്ല. അപ്പൊ ഇവര് അവിടുത്തെ സ്ത്രീകളും മനുഷ്യരല്ല. നൈജീരിയയിലെ ക്രിസ്ത്യാനികള് അവരെ പറ്റി കരയാൻ ആരുമില്ല. യു എൻ ഇതൊന്നും വിഷയമേ അല്ല. ഗസയിലാണ് വിഷയം മുഴുവൻ. കാരണം പണം മുഴുവൻ പിരിക്കുന്നത് അവരുടെ പേർക്കാണ്. അതിന്റെ നക്കാപ്പിച്ച ഞഞ്ഞ പിഞ്ഞ പറ്റാനായിട്ടാണ് ഇവന്മാരെല്ലാം കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി കരയുന്നത്. അത് കേരളത്തിലും കിട്ടുന്നുണ്ടോന്നൊരു സംശയം. കേരളത്തിൽ എന്തോ ഒരു കരച്ചിലാണ്, അയ്യോ ഗസ. ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്ന ഒരു ഐഷ ബീവി എന്നും പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട്, ഒരു ഡോക്ടർ ഐഷ ബീവി. അവര് പറയാണ്, അയ്യോ ഗസയിലെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാനില്ലേ, അവർക്ക് തിന്നാനൊന്നുമില്ലേ, അവിടെ പട്ടിണി കിടന്ന് ചാവുകയാണേ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഫണ്ണി വീഡിയോ ആണ്. അത് കാണാറുണ്ടായിരുന്നു. അത് കണ്ടപ്പോ മനസ്സിലായി ഇതെല്ലാവർക്കും ഈ നുണ പറയാനും കള്ളത്തരം പറയാനും എന്തൊരു ഉത്സാഹമാണ് ഈ കൂട്ടർക്ക്. സത്യത്തെ സത്യമായിട്ട് വിവേചിച്ചറിയാൻ ഇവർക്ക് യാതൊരു ബുദ്ധിയുമില്ല. When will they learn? കുറെ എണ്ണ ഇതിന് താളം പിടിക്കാൻ നാം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം. എന്തിനാണ് പലസ്തീന്റെ അംബാസഡറെ കൊണ്ടുവന്നിട്ട് എന്താ ഒരു സന്തോഷം? എന്ത് കുന്തമായി പലസ്തീൻ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോണത്? അല്ല, ഇവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് പോയിക്കൂടെ? കേരളത്തിലുള്ള എല്ലാ ജിഹാദികൾക്കും അങ്ങ് പലസ്തീനിൽ പോയിട്ട് യൂതനെ അങ്ങ് അടിച്ചമർത്തുന്നേ. ഇന്നലെ ഒരു പൊറോട്ട കെട്ടുകാരനോട് പറയാണ്, തെമ്മാടി രാഷ്ട്രമാണ്. അതായത് നിങ്ങൾ മക്കളും കൊണ്ട് അങ്ങ് പോകുന്നേ. എന്തിനാ ഈ കേരളത്തിൽ കിടന്നിട്ട് ഈ കാഫിറുകളുടെ കൂടെ ജീവിക്കുന്നത്? അങ്ങ് ഗസയിൽ പോയിട്ട് ഈ തെമ്മാടി ഇസ്രായേലിനെ അങ്ങ് അടിച്ചമർത്ത്, അങ്ങ് ഇല്ലാതാക്ക്. എന്തേ എമ്മക്കുറെ പോകാത്തത്? എന്തേ മുജാഹിദ് ബാലുശ്ശേരി പോകാത്തത് മക്കളെയും കൊണ്ട്? ഭാര്യമാരെയും മക്കളെയും കൊണ്ട് അങ്ങ് ചെല്ല്, ഗസയിൽ ചെല്ല്. അവിടെയല്ലേ നിങ്ങളുടെ ആക്ഷൻ കിടക്കുന്നത്? അവിടെയല്ലേ നിങ്ങൾ ഇപ്പൊ ഇരിക്കേണ്ടത്? എന്തിനാണ് ഈ കാഫിറുകളുടെ രാജ്യത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത്? നിങ്ങള് അങ്ങോട്ടങ്ങ് പോ, തമ്മാടികളെയൊക്കെ പോയി അടിച്ചമർത്ത്. ഈ ബാക്കി കുറച്ചുള്ള ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ഇങ്ങനെ ഇവർ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തീവ്രവാദികളാക്കിയിട്ട് ഈ കുന്തം കുടച്ചാതിയൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ ഇങ്ങനെ വികൃതമാക്കി. ചെറുപ്പം മുതലേ ഇവരുടെ ചെവിക്കകത്ത് ഇതെല്ലാം അടിച്ചു കയറ്റി ഇപ്പൊ എല്ലാത്തിനെയും തീവ്രവാദിയാക്കി. മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ ഏതോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സെന്റർ എന്നുള്ള രീതിയിലാണ് ഇപ്പോ പൊതുവെ ഒരു അറിയപ്പെടുന്നത് മലപ്പുറം. ഞാൻ മലപ്പുറത്ത് ജീവിച്ചിട്ടുള്ള ആളാ, നല്ല മനസ്സിലുള്ള സ്ഥലമാണ്. പക്ഷെ മക്കളെയെല്ലാം ജിഹാദികളാക്കി ഇവന്മാരെല്ലാരും കൂടെ. എന്ത് ചെയ്യും? കഷ്ടമുണ്ട് ഇവരുടെ കാര്യം. ഇപ്പൊ ഞാൻ ജാമ്യ ടീച്ചർക്ക് ഒരു വലിയ നന്ദി പറയുകയാണ്. നിങ്ങൾ ക്രിസ്ത്യാനിയല്ല, നിങ്ങൾ മതം ഉപേക്ഷിച്ച ആളാണ്. ഞങ്ങളൊക്കെ മതമുള്ളവരാണ്, ഞങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവർ തന്നെയാണ്. പക്ഷേ സത്യം പറയുന്നവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾ ഈ മതത്തെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, ഒരു നുണയുമില്ല. ഇതിന്റെ ഭീകരത നന്നായി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകര മതത്തെ ഇത് മുളയിലേ നമ്മുടെ നാട്ടിൽ നിന്ന് നുള്ളിയില്ലെങ്കിൽ ഇത് ഗ്രസിച്ച് കളയുമെന്നുള്ളത് നന്നായി മനസ്സിലാക്കിയ ആളാണ് ജാമിദ ടീച്ചർ. താങ്ക് യു ടീച്ചർ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഇനി എനിക്ക് അല്പം ജോലിയുണ്ട്, ഇറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ തിരിച്ചു വരും. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗാസയില് 5 വയസ്സിൽ താഴെയുള്ള
5500 കുട്ടികൾ മരണപ്പെട്ടു എന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രമുഖൻ പ്രസംഗിച്ചു. അപ്പോ കുട്ടികളാണോ, സ്ത്രീകളാണോ, തീവ്രവാദികളാണോ, ഹമാസ് ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല, ഇസ്രയേലിനെതിരെ ഇവർ ആശുപത്രിയുടെ അടിയിലിരുന്നിട്ട്, സ്കൂളിന്റെ അടിയിലിരുന്നിട്ട്, യൂണിവേഴ്സിറ്റിയുടെ അടിയിലൊക്കെ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്നിട്ടാണ് അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ തിരിച്ചും കിട്ടും. നിൽക്കട്ടെ, അതിനേക്കാൾ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് യമനിൽ. യമനില് 2,60,000 കുട്ടികളാണ് മരണപ്പെട്ടത്. സൗദി അറേബ്യ കൊടുത്ത പണിയാണ്. 2,60,000 നാളത്തെ യമൻ പൗരന്മാരാണ് സൗദി അറേബ്യയുടെ ആക്രമണം കാരണം മരണത്തിന് കീഴടങ്ങിയത്. 5500 കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ആളുകളുടെ തൊള്ളയിൽ പൂട്ടു വീണുപോയോ? അതായത് ഗാസയില് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ എണ്ണം എത്രയാണ്? അതിന്റെ എത്ര ഇരട്ടി മടങ്ങ് മരണമാണ് യമനിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ യമനിലെ കുട്ടികളെ കൊന്നൊടുക്കുന്ന രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ ഇവിടെ ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട്. കാരണം ആ രാജ്യത്തിന്റെ മതം പ്രശ്നമാണ് ഇവർക്ക്. അപ്പൊ ആർക്കാണ് നീതി ഉണ്ടാകുന്നത് എന്നതൊരു ചോദ്യമാണ്. കൊല്ലുന്നവനും അല്ലാഹു അക്ബർ മുറിയൻ ടീമാണ്, കൊല്ലപ്പെടുന്നവരും അല്ലാഹു അക്ബർ മുറിയൻ ടീമാണ്. അപ്പൊ അല്ലാഹു ഇതിനകത്ത് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹൂറികളെയും ചത്തു കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവാർഡും റിവാർഡും ട്രോഫിയും ഒക്കെ കൊടുക്കുന്നത് ആർക്കായിരിക്കും എന്നതൊരു ചോദ്യമാണ്. ചത്തതും ജൂതനല്ല, കൊന്നതും ജൂതനല്ല. അപ്പോ ജൂതവിരോധം എന്നത് യൂറോപ്പ് കണ്ടുപിടിച്ച സാധനമല്ല. അത് 6-ാം നൂറ്റാണ്ടിൽ മമ്മദണ്ണൻ കണ്ടുപിടിച്ചതാ. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ കടത്തിവിടുന്ന ചിന്താരീതികൾ ജൂതവിരോധത്തിന് വിത്തുപാകുവാണ്. അപ്പോൾ 5500 കുട്ടികളെക്കാൾ 2,60,000 ആളുകൾ യമനിൽ മരണപ്പെട്ടതിനെ കുറിച്ച് പറയാൻ ഇവിടെ നമ്മൾ വേണം. ഇന്ന് ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന ഒരു രാജ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജൂതന്മാർ എന്ന വംശം തന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല. ഈ ജൂതവിരോധത്തിനെതിരെ, അന്യമത വിരുദ്ധതകൾക്കെതിരെ, ഇവരുടെ ഇസ്ലാം മതം മാത്രം ലോകവ്യാപകമായി വളരണം എന്ന തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ മറവിൽ നമ്മുടെ നാട്ടിൽ വളരുന്നത് ഒരു ഹമാസ് അല്ല, ഓരോ ഹമാസ് തീവ്രവാദിയായിരിക്കും, ഓരോ ഹിസ്ബുള്ള ഭീകരന്മാരായിരിക്കും, ഓരോ ഹൂതി തീവ്രവാദ സംഘടനകളായിരിക്കും. അങ്ങനെ ഇനിയും ഈ നാട്ടിൽ അബ്ദുൽ നാസർ മദനിമാർ ഉണ്ടാകരുത്, ബില്ലാദന്മാരും സാക്കിർ നായിക്കുമാരും ഉണ്ടാകരുത്, 8 വയസ്സുള്ള കുട്ടിയുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കണം എന്ന് പഠിപ്പിക്കുന്ന സാക്കിർ നായിക്കിന്റെ പീസ് സ്കൂളുകൾ ഉണ്ടാകരുത്, മാതാപിതാക്കളിൽ നിന്നും 8 വയസ്സുകാരനെ എങ്ങനെ വേർപെടുത്തി എടുത്തവന്റെ കഴുത്തിലെ കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെച്ച് അവന്റെ പേരുമാറ്റി സത്യസാക്ഷ്യവാക്യം ചൊല്ലിപ്പിച്ച് ഹലാല ഫുഡ് കഴിപ്പിച്ച് അവനെ എങ്ങനെ മാതാപിതാക്കളിൽ നിന്നും അടർത്തി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന അധ്യാപന രീതികൾ ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭീകരതയെ സംബന്ധിച്ച് ജീവനും ജീവിതവും നിർഭയത്വവും പണയം വെച്ച് സംസാരിച്ചേ മതിയാകൂ. ഇതിന്റെ ഭീകരതകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരവസരത്തിനു വേണ്ടി മാത്രം കാതോർത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ഈ ഭീകരതയെക്കുറിച്ച് നിരന്തരം പറയുമ്പോൾ ഇവര് സംസാരിക്കാനോ സംവദിക്കാനോ പോലും വരാത്തത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഈ കിതാബിനകത്ത് ഇന്ന ഇന്ന വസ്തുതകളാണുള്ളത് എന്ന് പ്രസംഗിക്കുക മാത്രമല്ല ദിനേന പോസ്റ്റുകൾ എഴുതി കൂടിയിട്ട് അവർക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഇതുമായിട്ട് ചെന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. പ്ലേ സ്റ്റേഷൻ വരും 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 വരും. നമ്മുടെ മുറിയൻ സ്ട്രീമിന് സമാധാനം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അവർ വരും. സമാധാനപ്പെട്ട ഒരു താഹിർ ക്ലബ് ഹൗസിന്റെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് തള്ളി മറിക്കുക, എന്തൊക്കെയാ പറയുന്നത്. അക്ഷരത്തെറ്റില്ല, എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ടീംസാ. യാതൊരു ഐഡിയയും ഇല്ല. ആരെയും കാണുന്നില്ല എന്ന് തോന്നുന്നല്ലോ.
വിഷമിക്കാനൊന്നുമില്ല, ശ്രോതാക്കളാണ് ഇവരെല്ലാം കേട്ടോ. കാരണം ഇവര് എത്ര പേരാണെന്നറിയുമോ നമ്മുടെ ക്ലബ് ഹൗസിനെ കുറിച്ചിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ആർത്തട്ടഹസിക്കുവാണ്. പറയുന്നത് എന്താണ് എന്ന് ചിന്തിക്കാൻ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് ഇവർക്ക് പറ്റാതെ പോകുന്നു. അതുകൊണ്ട് ഇവർക്ക് നമ്മൾ പറയുന്നല്ലോ, ഇവർ വന്ന് സംസാരിക്കട്ടെ, സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ റൂം നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്, ഇവർ വരട്ടെ. പക്ഷെ ഇവർ വരുന്നില്ല. ഇവർ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരുന്നാലും നല്ല ശ്രോതാക്കളായി അച്ചടക്കത്തോടു കൂടി കേൾക്കാൻ ഇവർ പഠിച്ചു എന്നുള്ളത് നമ്മുടെ കഴിവാണ് കേട്ടോ. നമ്മളിവരെ പഠിപ്പിച്ചു മര്യാദയ്ക്ക് വന്നിരുന്ന് കേൾക്കാൻ. മോനെ, നമ്മള് പണ്ഡിതന്മാരല്ല. അതിന് ഇപ്പൊ ഉള്ള കേരളത്തിലെ പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും വിവരം ഉണ്ടോ? ആരും സംസാരിക്കാത്തതാണോ? 5ന്റെ വിവരമില്ലാത്ത ആരും ടീംസ്. സംസാരിക്കുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. ഓ, ശരി ശരി ശരി. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ് ജാവേദ് ടീച്ചറെ. ഗുഡ് ഈവനിങ്. തുടരൂ. ആമനിച്ച ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവർ എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇടുന്ന നിക്കറിന്റെ വള്ളി വരെ ഉപേക്ഷിക്കണം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാണ് ഞാൻ ഇതിൽ കയറാത്തത്. അവര് പിന്നെ ഉൽപ്പന്നം എല്ലാവരും ഉപേക്ഷിക്കട്ടെ. ഇപ്പം മറ്റേ ഹമാസ് ജയിച്ചിരിക്കുകയല്ലേ. 4 ദിവസത്തിനുള്ളിൽ വിവരം പറഞ്ഞില്ലെങ്കിൽ നെതന്യാഹുവിനോട് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ച് അത് അംഗീകരിക്കും, ഖത്തർ ഉൾപ്പെടെ. ഖത്തറ്, UAE, അതേ കണക്ക് തന്നെ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ എന്ന് വേണ്ട സകല രാജ്യങ്ങളും. ഇനിയിപ്പം ഹമാസ് നോ എന്ന് പറയുകയാണെങ്കിൽ അത് ഇറാൻ നോ എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. അന്നേരം ഇതൊക്കെ ജാമിദ ടീച്ചറിന് അറിയാവുന്നതാണ്. കാര്യം ഷിയ സുന്നി ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അതെടുത്തു മാറ്റും. അന്നേരം തുർക്കിയുടെ ഒരു കീഴിൽ തുർക്കിയും ഈജിപ്തും ഖത്തറും കൂടി ചേർന്ന് പഴയ ഒരു ടോണി ബ്ലെയർ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ആ ഒരു സമയത്ത് പാലസ്തീൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തതാണ്. അന്നേരം ഇനി അടുത്ത ഒരു റീബിൽഡിങ്ങിൽ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ടോണി ബ്ലെയർ ലീഡായിട്ട് നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഗവേണിംഗ് ബോഡി അവിടെ ഉണ്ടായിക്കൊണ്ട് അത് UAE, അതേ കണക്കിന് സൗദി അറേബ്യ, ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങൾ, എർദോഗനും ഉണ്ട്, ഖലീഫ. അന്നേരം അവിടുത്തെ ഒരു ഭരണമായിരിക്കും അതിലെ എല്ലാ കാര്യങ്ങളും. അത് ഇനിയിപ്പോൾ അവർ കൈകാര്യം ചെയ്യും, അത് റീബിൽഡ് ചെയ്യും. അന്നേരം അത് തീർച്ചയായിട്ടും ശരി. അത് കുറെ ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൂടാതെ കണ്ടീഷൻസ് ധാരാളം, 21 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഹമാസ് നിരവധികം കംപ്ലീറ്റ് ആയുധങ്ങളും താഴെ വെക്കണം. അവരുടെ മരിച്ചവരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഒറ്റയടിക്ക് തന്നെ എല്ലാവരെയും കംപ്ലീറ്റ് മോചിപ്പിക്കണം. പിന്നെ ആരെങ്കിലും അവിടുന്ന് ഇമ്മ്യൂണിറ്റി വേണമെന്നുണ്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കുക. അന്നേരം ഇത് ആ ഒരു കാര്യം. പിന്നെ വേറൊന്നുമല്ല, ട്രംപ് നെതന്യാഹുവിനെ കൊണ്ട് ഖത്തറിലെ ഒരു സോറി പറയുന്നു. വേറൊന്നുമല്ല, അവിടുത്തെ ഒരു പൗരൻ മരിച്ചു പോയിരുന്നു, ഒരു രാജ്യത്തിന്റെ സോവറിനി അവിടെ പോയിട്ട് ഹമാസിന്റെ ആൾക്കാരെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറൊരു രാജ്യത്തിലേക്ക് പോയത് പറഞ്ഞു. അത് ഇനിയും ഉണ്ടാകത്തില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നു. അന്നേരം ഇത് നമ്മുടെ ബ്രദർഹുഡ് എമീർ അല്ല സംസാരിച്ച, അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. പുള്ളിയും അൽത്താനി ഫാമിലി തന്നെയാണ്. അന്നേരം
ഇതില് നെതന്യാഹു ഉള്ള സമയം കൊണ്ട് വിട്ടില്ല. അൽ ജസീറ ചാനല് വേണ്ട കാര്യങ്ങളൊക്കെ മുഴുവൻ ചെയ്ത് ഈ ടെററിസ്റ്റിനെ മുഴുവൻ വളർത്തി നമ്മൾ പല സമയത്തും പല വാണിംഗ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഹമാസിന്റെ ആൾക്കാരെ അവിടെ തീറ്റി പോറ്റി വളർത്തി കൊഴിപ്പിച്ച് 5 സ്റ്റാറിന്റെ സൗകര്യത്തിൽ അവിടെ ഇരുത്തി ഈ 1200 പേരെ ഇതിനകത്ത് കയറി കൊണ്ടുവന്ന് കളഞ്ഞ ആ ഒരു കാര്യത്തിന് അതൊരു വലിയ വിപ്ലവമാക്കി എടുത്തിട്ട് പാലസ്തീൻ ഉണ്ടാക്കുവോ, അങ്ങനെ ഉണ്ടാക്കാനായിട്ട് അറബ് രാജ്യങ്ങൾക്ക് കഴിവുണ്ടോ എന്നുള്ള രീതിയിൽ അതിന്റെ സ്പീച്ച് കംപ്ലീറ്റ് ഉണ്ട്. അത് ട്രംപും നെതന്യാഹു ഒരു റൂമില് സൂമ് നമുക്കറിയാലോ, അതൊരാപ്പാണ്. സൂമില് ഇതിനകത്ത് ഖത്തറിന്റെ പ്രധാനമന്ത്രിയും ഹമാസിന്റെ നെഗോഷിയേഷൻ ടീമും ആ കൂട്ടത്തിലെ എർദോവാന്റെ കുറച്ച് ഡിഗ്രികളും കൂടി കൂടിക്കൊണ്ടാണ് ഈ സംസാരം തീർത്തത്. 4 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ 4 ദിവസത്തിനുള്ളിൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാല ഇസ്രയേലായി. മനസ്സിലായി? അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരെണ്ണത്തിന് ഇവന്മാർ ഒരൊറ്റെണ്ണത്തിന് അതിനകത്ത് കയറ്റത്തില്ല, തട്ടിത്തീരുവോ. പിന്നെ ഇവരുടെ കിതാബ് പറയുന്ന മാതിരി 72 പൂരിയും മസാലയും ഇതെല്ലാം കൂടി അവിടെ കിടക്കുന്നുണ്ട്. പൊട്ടിച്ചാകാനായിട്ട് കുഴപ്പമില്ല. ഞാനിത് പറയുന്ന സമയത്ത് ജൂതിയ ഒരു ജൂതിയ കമ്മ്യൂണിറ്റി എന്നാണ് ഇപ്പൊ പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഒരുത്തൻ കൊണ്ടുവന്നിട്ട് ഒരു വണ്ടി കൊണ്ടുപോയി റാം ചെയ്തു. ഒരു 16 വയസ്സുള്ള ഒരു പയ്യനെ വളരെ സീരിയസ്, മറ്റേ ആൾക്ക് മോഡറേറ്ററെ ആയിട്ടുള്ള പരിക്കേറ്റു. അവിടെ സിവിലിയൻ തന്നെ, അവര് തോക്കുധാരികളാണ്. അതിന്റെ അവരപ്പൊ തന്നെ പൂറിഫൈഡ് എന്നാവും ഞാൻ പറയുന്നത്. എന്നാൽ പൂറികളുടെ തീർച്ചയായിട്ടും ശരി. അത് മലക്ക് പിടിക്കുന്നുണ്ടല്ലേ, മലക്ക് ചുറ്റിക്കറങ്ങുക. എന്റെ ചുറ്റും കുറെ ദിവസമായി ഈ മലക്കിന്റെ പിടുത്തം ഇങ്ങനെ. അന്നേരം ഇന്തോനേഷ്യ ഉൾപ്പെടാമല്ലോ, ലോകരാജ്യങ്ങൾ മുഴുവൻ അതിനകത്ത് എല്ലാവരും അത് തീർച്ചയായിട്ടും ശരി. അതൊരു സന്തോഷ സൂചകമായിട്ട് മിഡിൽ ഈസ്റ്റ് ഒരു സമാധാനം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഇവന്മാരെ കൊണ്ട് മടുത്ത് ഇങ്ങനത്തെ അറബികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവന്മാരുടെ ചാവേർ ഇത് ഏതായാലും അത് തകർത്ത്. അത് 2 കൊല്ലത്തോളാകുന്നു. അടുത്ത ഒക്ടോബർ 7, ഇന്ന് 30-ാം തീയതിയാണ്. ഇനിയിപ്പോൾ 7 ദിവസമായി കഴിയുമ്പോൾ ഇത് ഒക്ടോബർ 7 ആകും. ഇതിനകത്ത് ഒരു അമേരിക്കക്കാരന് ഒരു ഇദാൻ എന്ന് പറഞ്ഞൊരു പയ്യനെ ഇവര് വിട്ടുകൊടുത്തിരുന്നു. ഏറ്റവും അവസാനം അവനെ വിട്ടുകൊടുത്തിരുന്നു. ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അവനെ ഇന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നു, IDF-ലോട്ട് ഞാൻ ചേരുകയാണ്, ഞാൻ 2ാമത് യുദ്ധമുഖത്തേക്ക് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞു. നേരത്തേക്ക് അവരുടെ രാജ്യം അതെവിടെയാണെങ്കിലും അത് ഇവര് ലോൺ സോൾജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജൂതന്മാരെ വോളണ്ടിയറിൽ അവരിവിടെ വന്നിട്ട് ഇതിൽ ചേരുകയാണ്. അവരുടെ ഒരേ ഒരു രാജ്യം, അത് അവർക്ക് മറ്റേ മരണമോ മറ്റുള്ള കാര്യങ്ങളോ. അതാണ് ഈ ജൂതൻ എത്രയൊക്കെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ലോക ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂതന്റെ മാതിരി സഫറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യര്, ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു കുലം, അതല്ലെങ്കിൽ ഒരു ജാതി ഇന്ന് ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എന്നാലും അവർ മുളച്ചു നിൽക്കും. അന്നേരം ഇവര് ബിജു പാസ്റ്റർ പറഞ്ഞ മാതിരി ഇതെല്ലാം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവൻ ചെയ്യേണ്ടത് എന്താണ്? ഇവന്റെ മൊബൈല്, അതേപോലെ തന്നെ മെഡിക്കല്, അതിന്റെ മാതിരി ലോകത്തിലെ ഇപ്പൊ ഒരു 50% സാധനം അവന്റെ കണ്ടുപിടുത്താണ് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. അന്നേരം ഇതെല്ലാം ഒരു ഫ്ലൈറ്റ് ഓടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നാവിഗേഷൻ സിസ്റ്റം, ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് വൈറസ് ഇല്ലാതിരിക്കണമെങ്കിൽ അവന്റെ മനസ്സിലാകുന്നു. ഇത് അവനറിയാൻ വയ്യാണ്ട ഒരു 4000 പേജിൽ പൊട്ടിച്ചിട്ട് പലർക്കും വിരലുകളില്ല, 2 കൈകളിലും. അതുകൂടാതെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കാരണം ഞാൻ പറയുന്നില്ല, പാൻറിൽ പോക്കറ്റിൽ ഇട്ടിരുന്നത് പൊട്ടിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരം. അതുമൊക്കെ വെച്ചിട്ട് കൈയും പൊക്കി പിടിച്ച് ആ ഇല്ലാത്ത കൈ കൊണ്ട് പൊക്കിയാണ് വിരൽ ചൂണ്ടി അത് തീർക്കുന്നത്. ഇനി ഹമാസിന്റെ അസസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ലീഡേഴ്സ് ആയിട്ടുള്ള സകലതും തീർന്നു, ഒരെണ്ണം പോലും ബാക്കിയില്ല. ഒരു 4ാമത്തെ നിരയിലുള്ള കുറെ ചാവേറ് അതിനകത്ത് കിടന്നു.
അന്നേരം ഇനി ഇതിനകത്ത് ഈ 4 ദിവസത്തിനുള്ളിൽ ഒരു എസ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 7-ാം തീയതിക്ക് മുമ്പായിട്ട് തടവുകാരെല്ലാം പുറത്തേക്ക് കിട്ടും. എവിടെയൊക്കെ ടണലുണ്ട് ഇനി ബാക്കിയുള്ളത് ഇവരോട് തന്നെ, ഹമാസിനോട് തന്നെ, അത് ഇസ്രായേലിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരത് കുട്ടിച്ച് മാറ്റിക്കോളൂ. അതല്ലെങ്കിൽ ഇവർ തന്നെ സിമെന്റ് ഇട്ട് നിറച്ച് അവിടുന്ന് ഓരോരുത്തരും ഇവരെ ഏത് രാജ്യം എടുക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. പകുതിയോളം ആൾക്കാർ മിസറികളായിരുന്നു, ഈജിപ്ഷ്യൻസ്. അവരൊക്കെ പോയി, ബാക്കി ഇവിടെ ചാകം കിടക്കുന്ന എന്തിട്ട് ഒരാൾക്കാർ. ക്ലബ് ഹൗസിന് പിന്നെ എന്താ പ്രശ്നം? ഇവര് ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, എപ്പോഴും ഗർഭിണികൾ എന്ന് പറയുന്ന ഇത് ഇസ്രായേലിൽ പോയിട്ട് അവിടെ പോയിട്ട് വെടിവെച്ച് ഈ ആൾക്കാരെ ഈ കുഞ്ഞുങ്ങളെ ഹമാസിനെ അടിക്കുന്ന സമയത്ത് ഇവർക്ക് ഹ്യൂമൻ ഷീൽഡ് അവരത് വെച്ച് ഇപ്പം അവർ ഒഴിഞ്ഞു പോകാൻ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ ജനങ്ങളെ അവർ വിട്ടയക്കുന്നില്ല. മനസ്സിലായി? ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ അത്രയും ലോകത്തിന്റെ സഹതാവും പിടിച്ചു പറ്റി. ഇപ്പൊ ഈ പ്ലേ സ്റ്റേഷൻ ഉടനെ ഉണ്ടാക്കിയെടുക്കുന്നു. പ്ലേ സ്റ്റേഷന്റെ പരിപാടി ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞാല് ഇനിയുള്ള ഒരു ഭരണത്തിൽ ഗാസയിൽ ഇവർ പങ്കാളികളല്ല. അത് മാത്രമല്ല, പാലസ്തീൻ അതിർത്തി മെഹബൂബ് അബ്ബാസ് രണ്ട് പോക്കറ്റിലും കൈ വിട്ടിട്ട് എന്തുപറ്റി രഞ്ജിനി? ഞാൻ കാണുന്നുണ്ട് പേ ഫോഴ്സിലെ എന്താണെന്ന് പറഞ്ഞാൽ ജൂതനെ കൊന്നു കഴിഞ്ഞാൽ വീട്ടിൽ കാശ്. ആ രഞ്ജിനി ഞാൻ പരിപാടി കാണുന്നുണ്ട്, എല്ലാ ചാറ്റുകളും ഞാൻ നോക്കുന്നുണ്ട്. ഒരുത്തി ഈ മറ്റേ എന്നും പറഞ്ഞിട്ട് ക്ലൈമറ്റ് ആക്ടിവിറ്റി നടത്തിയിരുന്ന ഒരുത്തിയാണ്. അവർക്ക് ഇപ്പൊ ഹമാസിൽ അവിടെ കൊണ്ടുവന്നത്. അവിടെ എയ്ഡ്സ് കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സഹിക്കൂ. ഇപ്പം ഇസ്രയേൽ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ ഫണ്ടിങ് മുഴുവൻ ഹമാസിന്റെ തന്നെയാണ്. ഓരോ രാജ്യങ്ങളോട് അത് പറയാം. കാര്യം ഇവിടെ വന്നിട്ട് ഈ ഹമാസിനെ രക്ഷിക്കാൻ വരുന്ന ആരുടെ ഫണ്ടാണ്? ആരും സഹതാപം പേടിച്ചു വെച്ചിട്ടില്ല. ഇതിനൊക്കെ പൈസ ഇതേ കണക്ക് തന്നെ ഒരു കുഞ്ഞിന് ഇവര് ഗാസയിൽ എയ്ഡ് കൊടുക്കുകയാണ്. ഒരു കൊച്ചിന്റെ കൈ കുട്ടി എന്നിട്ട് ഒരു കിറ്റ് കൊണ്ട് കൈ കൊടുത്തിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് ആ നിമിഷം തന്നെ അത് തിരിച്ചു മേടിച്ചിട്ട് അടുത്ത കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ലോകത്ത് രാജ്യങ്ങളില് ഇത് കംപ്ലീറ്റ് ഇതങ്ങോട്ട് പ്രചരിപ്പിച്ചിട്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് മേടിക്കുന്നത്. ഇതിന് ഇന്റർനെറ്റ് മണി കാശുണ്ടാക്കിയ കുറെ അധികം ആൾക്കാർ ഈ ഗാസയിൽ തന്നെയാണ് മില്യൺ കണക്കിന് പൈസ ഉണ്ടാക്കി ഇത് കൊടുക്കാനായിട്ട് ലോകരാജ്യങ്ങൾ. അത് അങ്ങനെ ഒരു കേസ്. ഏതായാലും നമുക്ക് ഒക്ടോബർ 8-ാം തീയതി ഇട്ട ഒരു DP ആണ് ഇത്. ഇന്ന് വരെയായിട്ട് ഞാനത് മാറ്റിയിട്ടില്ല. ഒക്ടോബർ 7 കഴിയുമ്പോൾ ഇവരുടെ കംപ്ലീറ്റ് തടവുകാരും രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ കേട്ടിരുന്ന മാമനച്ചാൻ ഈ ടോണി മുള്ളർ ഒരു കരിങ്കാലിയാണ്. ശരിയാണ്, ടോണി മുള്ളർ കരിങ്കാലിയാണ്. പക്ഷെ അന്നത്തെ ഒരു സമയത്ത് ആള് പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അവിടെ ഭരിച്ചിരുന്നതിലെ ഒരു ഉരുക്ക് വനിത എന്ന് പറഞ്ഞാൽ മാർഗരറ്റ് താച്ചർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ വമ്പനായിട്ട് ഒരാളുണ്ടായിരുന്നു ചാൾസ്. അയാള് വിൽസൺ ചർച്ചിലാത്ത് പറഞ്ഞു. അയാളന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാം അയാൾ ടോട്ടലി പറഞ്ഞു അത് സിക്നെസ് ഓഫ് മൈൻഡ് എന്ന് അയാൾ പറഞ്ഞു. മനസ്സിലായി? അത് ഏറ്റെടുത്ത ഒരൊറ്റ രാജ്യം ചൈന മാത്രമേ ഉള്ളൂ. ഈ സിക്നെസ്സും കൊണ്ട് അവിടെ ജീവിക്കാനായിട്ട് പറ്റിയല്ല. ഇവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഞാൻ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു. നിസ്കരിക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ചിട്ട് ജയിലിലിടും, അവന് പന്നിയിറച്ചിയും കൊടുക്കും. അതിനുശേഷം ഇവരുടെ പെണ്ണുങ്ങളെ പിള്ളേരുടെ ഇരിക്കും. സാധാരണ നോർമൽ ചൈനക്കാരൻ വന്നിട്ട് ഒരു കല്യാണവും കഴിച്ച് അവരുടെ കൂട്ടത്തിൽ പിള്ളേരുമായിട്ട് മര്യാദയ്ക്ക് നല്ല ക്ലീൻ ആയിട്ട് ജീവിക്കും. അപ്പിക്കുപ്പായവും ഇടണ്ട, ഒരു പുല്ലും ഇടണ്ട, നല്ല സുഖമായിട്ട് ജീവിക്കും. പിന്നെ നാം നിനക്കിന്ന് ഇറക്കി തന്ന അന്താരാഷ്ട്ര അപ്ഡേറ്റുകൾ നീ അവരെ അറിയിക്കുക, അവർ എഴുതയ്ക്ക് പോകാതിരുന്നേക്കാം. അങ്ങനെയല്ലേ അള്ളാഹ്ക്ക് പറയാനൊക്കെ ഉള്ളൂ. കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടൊന്ന് പറയാനായിട്ട് അള്ളാഹ്ക്ക് ഒരു പങ്കും ഇല്ലാത്ത. പിന്നെ ഏതായാലും എനിക്കൊരു സന്തോഷമുള്ളത് ഈ അള്ളാഹ് ഇവരെ പറഞ്ഞ് വഴിതെറ്റിച്ച് ഒറ്റക്കാലിൽ അവിടെ മുഴുവൻ പൊട്ടിക്കിടക്കുകയാണ്. കണ്ടം വഴി ഓടുവാൻ പോലും പറ്റിയാൽ ഉരുണ്ടുണ്ട് വീണ് എണീറ്റ് പോകാനായിട്ട് പറ്റുള്ളൂ. അതേ കണക്ക് തന്നെ ഇയാൾക്ക് ബാലൻസിങ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഇടത് കൈയില്ലാതെ വലത് കൈ ഒരു ഭാരം കൊണ്ടുവച്ചിട്ട് രണ്ട് കൈയും കൂടി ഉണ്ട് എന്നിട്ട് ഈ ഒറ്റ കയ്യിൽ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്.
എന്തൊരു കഷ്ടം. അതാണ് ഉള്ള ഏറ്റവും വലിയ കാര്യം. എനിവേ, ഞാനൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുറാൻ എന്ന കിതാബുള്ള കാലത്തോളം ഭൂമിയിൽ സമാധാനം ഉണ്ടായി. അത് ഇല്ല, അങ്ങനെ തന്നെ പുള്ളി പറഞ്ഞു. സിക്നസ് ഓഫ് മൈൻഡ് എന്നാ പറഞ്ഞു. ഖുറാൻ ഉള്ള കാലത്തോളം നല്ല ഇസ്ലാം എന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത് ഒരു മൈൻഡിന്റെ ഒരു വൈറസാണ്. പിന്നെ എനിക്കും നമ്മൾ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ ഈ ബ്രദർഹുഡോ അല്ലെങ്കിൽ ഹമാസോ ഇങ്ങനെയുള്ള ഈ ഒരു ആശയം ഇപ്പം അവിടെ ഗാസയിൽ ജീവിക്കുന്ന കുട്ടികള്, കൊച്ചു കുഞ്ഞുങ്ങൾ നീന്താൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മുതുകത്ത് ഇവരുടെ കളിത്തോക്ക് വെച്ച് കെട്ടി രണ്ട് ജൂതൻ കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തി തുപ്പുകയും പിടിവിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു തരത്തിൽ ഇവർക്ക് ജൂതൻ ഇവിടെയുള്ള മലപ്പുറം കാക്കി എന്ത് കുന്തം ചെയ്തിട്ടാണ് ഇവര് ജൂതനെ വെക്കുന്നത്? അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ മുസ്ലിംസ് ജൂതനെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജൂതൻ വന്നിട്ട് ഇവിടെ വീട്ടിൽ കയറി താമസിക്കുമോ? അല്ലെങ്കിൽ ഇവരുടെ പെമ്പിള്ളേരെ അടിച്ചുകൊണ്ട് പോവോ? അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള സ്വന്തക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ എവിടെയെങ്കിലും വെച്ചിട്ട് ജൂതൻ അവരുടെ പുസ്തകവും കൈ പിടിച്ചിട്ട് അവന്റെ കഴുത്ത് നോക്കി വെട്ടി പെടലി നോക്കി വെട്ടിയിട്ട് എടുത്ത് ഈ എന്താണ് ഓപ്പോസിറ്റ് സൈഡിൽ വിരലും കാലും വെട്ടിക്കളയാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവന്റെ കിതാബില്? ഇതിവരുടെ രക്തത്തിൽ കിടക്കുക. ഈ പൈശാചിക വൈറസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാല് ഇത് ഇവരുടെ ഈ ബ്ലഡിൽ തന്നെ കിടക്കുക. ഒരു തരത്തിലും ഇതെടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അവർക്ക് ആ ജനിക്കുമ്പം തന്നെ എന്താണ് ഈ കലിമ ഇവരുടെ കാതിലോട്ട് ചൊല്ലിക്കൊടുത്ത് ആ സാംസം വെള്ളം മൂക്കിലേക്കും ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ബ്ലഡിലോട്ട് ഇത് കയറുക. ജ്യൂസ്, അതൊരു ഉസ്താദ് പറഞ്ഞ മാതിരി ജ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ജ്യൂസ് പോലും കഴിക്കരുത്. എടാ, ഏത് കന്യക കാറ്റടിച്ച് ഇത് നിന്റെ ഖുറാനിലുണ്ട്. അത് കന്യക കാറ്റടിച്ചത് ഇച്ചിരി വൃത്തിയുണ്ടടാ സംസാരിക്കാനായിട്ട്. പക്ഷെ ഇത് ഈ തുണി പൊക്കി അങ്ങോട്ട് ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറയുന്ന, മനസ്സിലായി? ഈ മറിയാമെന്ന് പറഞ്ഞ ഒരു പെണ്ണ്, ഞാൻ ഈ കഥകളൊക്കെ ശരിക്ക് കേട്ടിട്ടുള്ളൂ. നിനക്ക് തെളിവൊക്കെ ഇവിടെ രാമദേവ ടീച്ചർ തരും. അതല്ലെങ്കിൽ ഇവിടെ കുഞ്ഞുമത്തായി മറ്റേ അച്ഛൻ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കുഞ്ഞ് വേണമെങ്കിൽ നിനക്ക് പാഴ്സലായിട്ട് അയച്ചു തരും. എന്താണെന്ന് പറഞ്ഞാൽ മെറിയാമ് അവരുടെ വീട്ടിൽ നിന്ന് മാറി ഒരു മറകെട്ടി താമസിച്ചു. അത് ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പെണ്ണും പഴയായിരുന്നു മെറിയാമ. അല്ലെങ്കിൽ വീട്ടുകാർ വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ഈ അള്ള വന്ന് ഇതിന്റെ അടിയിൽ കയറി ഊതിയാളാ ഈസ ഉണ്ടാക്കിയത്. അതെന്താ നിനക്കറിയാൻ വയ്യേ? ഇതിനകത്ത് കാറ്റടിച്ച് ഇനിയിപ്പോ നീ പരിശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അന്തസ്സുണ്ടല്ലോ, പുറത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്ത് കയറ്റി ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കുന്നെന്ന് പറയാനായിട്ട് പറ്റുകയല്ലേ? അല്ലെങ്കിൽ ഒരു ജബ്രീൽ എന്ന് പറഞ്ഞ ഒരു വാടകക്കാരൻ ഉള്ളത് കാരണം ഇയാൾക്ക് കിട്ടി. നീ ഇതെടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക്. ഈ മുഹമ്മദ് തന്നെയാണ് അള്ള തന്നെയാണ് മുഹമ്മദ്. അല്ലെ 33-ന്റെ കാര്യം അള്ളത്തിനിരുന്ന ഒരു കാര്യം ഇയാൾക്ക് ജബ്രീൽ അത് സൈനബയെ അടിച്ചു മാറ്റിയത്. അതൊക്കെ നീ ഇവിടെ ഇരുന്നൊരു ബി കെ നീ ഇവിടെ ഇരുന്നിട്ട് കമന്റ് എഴുതി വലിയ കാര്യമൊന്നുമില്ല. നിന്നെയൊക്കെ നമുക്കറിയാവുന്ന ഈ പ്രസ് നമുക്കിത് ഈ ഫോർമാറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നീയൊക്കെ ഇങ്ങനെ തന്നെ തീരൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഭരണം വരികയാണെങ്കിൽ ഈ ജസ്വാ ഹിന്ദ്, അത് യോഗി പറഞ്ഞു, ജസ്വാ ഹിന്ദ് മേലിൽ ഇത് ആരെങ്കിലും ഇവിടെ പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ UP-യിൽ ഓരോന്നിനെ അവിടെ ബേരേലിയിലെ അവിടെ ഉണ്ട്. അയാൾ വരണ ഒരു റഹ്മാൻ അവനും അവന്റെ പെങ്ങള് അവന്റെ വീട്ടുകാർ ഓരോരുത്തരുടെ കാലെ വെടിവെച്ചിട്ട് താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. വഖഫ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സ്വത്തുക്കൾ അത് മുഴുവൻ അവര് പരിശോധിച്ച് പിടിച്ചെടുത്തിട്ട് അത് മുഴുവൻ ഡിമോളിഷ് ചെയ്യുകയാണ്. നോർത്ത് ഇന്ത്യൻ ന്യൂസ് ഒന്ന് നോക്ക് നീ. എവിടെയൊക്കെ നീ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അസമാധാനം. എന്നിട്ട് ഇസ്ലാം ഈസ് ദ പീസ് ഓഫ് റിലീജിയൻ. ഇതേമാതിരിയുള്ള റൂമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞ ജോസഫ് മാഷിന്റെ കൈപറ്റിയ പാർട്ടി ഇപ്പൊ ഈ മുഹമ്മദിനെ അച്ചാലും പുച്ചാലും ഇട്ടിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കാനല്ല. നീയൊക്കെ ഇവിടെ കിടന്ന് കരയുന്നതല്ലാതെ ഈ ഹാരിസ് മാതിരിയുള്ള ഉസ്താദുക്കളും പെരുമ്പാവൂർ ഈ
ബാലുശ്ശേരിയൊക്കെ ഡീലിന് ചാക്കിനകത്ത് കയറിയിട്ട് പറയായി. ഒരെണ്ണം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്നെ മാതിരിയുള്ള ദാവാക്കാരെ കുറെ ചാവിയിൽ എന്നും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. വീരാൻകുട്ടിക്ക് രോമാഞ്ചം ഉണ്ടാവും. വീരാൻകുട്ടിക്ക് ഈ ഇതേ കണക്കുള്ള കുറച്ച് 66-ന്റെ ഒന്നും മറ്റേ ഇത് മാര്യത്തിന് അത് ആരിഫ് തന്നെ പറയണം. ഭൂഷന്റെ കാര്യം ആരോ ഇങ്ങനെ ഭൂഷണ കാര്യം ആരിഫിലേക്ക് ചോദിച്ചു കഴിഞ്ഞപ്പം ആരിഫ് പറഞ്ഞത്രേ അത് ജബ്ബാർ മാഷാണ് ആദ്യം പറഞ്ഞത്. അത് കാരണം പിന്നെ ഞാൻ അത് കയറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഞാൻ ഇനിയും അങ്ങനെ തന്നെ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരിഫിന്റെ വേറൊരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മറ്റേ പുള്ളി അതവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇതേമാതിരി അടുത്ത് വന്നിട്ട് എന്താണ് സുഖമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസിയാണ്. അന്നേരം ഉടനെ പുള്ളിയുടെ സ്ലാങ്ങിൽ ചോദിച്ചു വല്ല കത്തിയോ ബ്ലേഡോ അതല്ല വല്ല ബോംബോ ഉണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേമാതിരി സൈക്കിളിൽ നിന്ന് വീണ് എണീറ്റ മാതിരിയുള്ള ഒരു ചിരി ചിരിച്ചു. പുള്ളി അതിന്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ കമന്റ് എഴുതിയിട്ടിരിക്കുന്നു, ഞാനവിടെ വന്നു എന്നിട്ട് നിന്നെ ആ ഒരു സമയത്ത് നിന്റെ ആ മോഹവും കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ഒരു കൊച്ചു പയ്യനാണ്. അന്നേരം ആരിഫ് അത് ഇട്ടിരിക്കുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സംശയത്തിന്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ജിഹാദി അങ്ങനെ തന്നെയാണ് ആരിഫ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഓരോ മുസ്ലിമും നമ്മൾ ഈ പറയുന്ന മാതിരി ഈ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം മതം മാറ്റാനോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ല, ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം. ജോസഫ് മാഷിന്റെ ആ ഒരു കുടുംബം തന്നെ നശിച്ചുപോയി. ആ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആ മോള് വളരെ ബ്രില്യന്റ് ആയിരുന്നു. അവള് അവസാനം നേഴ്സിങ്ങിനാവും. അവള് വിദേശത്ത് പോയിട്ട് ഒരുത്തനെ കല്യാണം കഴിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നു UK-ല്. ആ ഒരു കുടുംബം തന്നെ പോയി. അദ്ദേഹത്തിന്റെ ബുക്കൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്ക്, അറ്റുപോയ ഓർമ്മകളൊക്കെ. ഇതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അത് ഒരു കണക്കിന് ഒരാൾ ഇപ്പൊ ചാർലി കിർക്കിന്റെ മാതിരി ഒരാൾ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞ് ലോകം മുഴുവൻ എണീറ്റ മാതിരി തന്നെ ആ ജോസഫ് മാഷിന്റെ കൈ വെട്ടിക്കഴിഞ്ഞപ്പോ ഇവന്മാർക്ക് അതിന്റെ കാര്യം മനസ്സിലായി. കാര്യം ആദ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് പകച്ചു മാറി. അതിനകത്ത് കുറേയധികം ചെണ്ടിത്തരങ്ങളൊക്കെ ഉണ്ട്, ചെറ്റത്തരങ്ങളും ഒക്കെ ഉണ്ട്. ബോൾഡായിട്ട് മനുഷ്യര് അത് ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു സമയത്ത് അത് ചെയ്യാനായിട്ട് അവർ വിട്ടുപോയി. എന്നിരുന്നാലും ഇനി ഈ ദാവയോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ അതിന് വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ വിപ്ലവമായി. അതിന് മാത്രം നാട്ടുകാർക്കറിയാം. സോഷ്യൽ മീഡിയ മുഹമ്മദിന്റെ മുണ്ടും ബർമുഡയും എല്ലാം പറിച്ചു ദൂരെ കളഞ്ഞിരിക്കുക. മനസ്സിലായി? ഇത്ര വൃത്തികെട്ട ഒരാള് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതായിട്ട് അതിന് അനുയായികളായിട്ട് നിൽക്കുന്ന ഒരുത്തം പോലും മുഹമ്മദ് എന്ന് പറഞ്ഞ പേരിട്ടിട്ടുണ്ട് ഇവിടെ വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരെണ്ണം വരുന്നില്ല. ഇനി താഴെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണോ കേൾക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഒരു പണ്ഡിതയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ജാമിദ ടീച്ചർ. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറി വരാം. ഞാനിവിടെ ആരും സംസാരിക്കാത്തത് കൊണ്ട് മാത്രം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം പറഞ്ഞതേ ഉള്ളൂ. നമ്മള് ജോസഫ് മാഷിന്റെ വിഷയം പറയുന്ന സമയത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ അധികം ആളുകളൊന്നും അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരു വസ്തുതയുണ്ട്. പല ഇന്റർവ്യൂകളിലും ജോസഫ് മാഷ് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് TJ ജോസഫ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ അദ്ദേഹത്തെ ഹൈക്കോടതി പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കിയത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്ന അബ്ദുനാസർ മദനിയെ പോലെയുള്ള ആളുകൾ കത്തിച്ചു വിടുകയാണ് ചെയ്തത്. അയാളുടെ കൈയും കാലുമായിരുന്നില്ല, തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് മതഭ്രാന്തന്മാർ അത് ഏറ്റുപിടിക്കുന്നു. സൂപ്പർമാനെ ഒന്ന് മിണ്ടാതിരുന്നേ, സൂപ്പർമാനെ സംസാരിക്കുക. അങ്ങനെ കുറെ മതഭ്രാന്തന്മാർ അത് ഏറ്റുപിടിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയം കളിച്ച ഇടത് സർക്കാരിന്റെ സെൻസേഷണലിസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്തായിരുന്നാലും ഇന്ത്യ വിഷൻ പോലെയുള്ള ചാനലുകൾ, മുക്കാൽ മീഡിയകളൊക്കെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ആ മനുഷ്യനെ തേജോവധം ചെയ്തു. ഇപ്പോഴും
കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലാത്ത കുറച്ചധികം മുസ്ലിങ്ങളുണ്ട്. ജോസഫ് മാഷിന്റെ വിവാദ ചോദ്യ പേപ്പർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും PT കുഞ്ഞു മുഹമ്മദിന് ഒരു പ്രശ്നവുമില്ല. അവിടെ ഖുർആൻ ഹദീസും പോലെ തന്നെ. ഹദീസ് എഴുതിയ ബുഖാരിക്ക് പ്രശ്നമില്ല, ഖുർആൻ എഴുതിയ ഖുർആൻ എഴുത്തുകാർക്കും അതുപോലെ ഉസ്മാൻ ലിബി എഴുതി വിട്ട ക്രോഡീകരിച്ച് അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്ന നമ്മളാണ് പ്രശ്നക്കാർ. PT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് അദ്ദേഹം എടുത്തൊരു ചോദ്യം തയ്യാറാക്കിയത്. അതല്ലാതെ അദ്ദേഹം മുഹമ്മദിനെ കാമഭ്രാന്തനെന്നോ അതല്ലെങ്കിൽ മുഹമ്മദ് വേട്ടാവെളിയനാണെന്നോ അയാൾ ഒരു സ്ത്രീലമ്പടനാണെന്നോ യുദ്ധക്കൊതിയനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ BA മലയാളത്തിനും MA മലയാളത്തിനും റഫറൻസിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് തിരക്കഥയുടെ രീതിശാസ്ത്രം. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ തിരക്കഥ വിഷയകമായിട്ട് ഒരുപാട് ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. PT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വിശ്വാസിയുടെ കണ്ടെത്തൽ എന്ന ലേഖനത്തിൽ നിന്ന് സംഭാഷണ ഭാഗങ്ങൾ ചിഹ്നം ഇടാൻ വേണ്ടിയിട്ടൊരു പോർഷൻ ഉണ്ട്. അത് ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തുക മാത്രമേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ചിഹ്നങ്ങളുണ്ട്, പൂർണ്ണവിരാമം, അർദ്ധവിരാമം, കോമ, അതുപോലെ സസ്പെൻസ് ചിഹ്നം, അങ്ങനെയൊക്കെ ഒരു ചിഹ്നങ്ങളുണ്ട്. ഇതൊക്കെ മാത്രം ഇടുന്ന ഒരു സംഭാഷണ ഭാഗങ്ങളായിരുന്നു. TJ ജോസഫ് എന്തെങ്കിലും അതിനകത്ത് കൂട്ടിച്ചേർക്കുകയോ അതിനകത്തുനിന്ന് മുറിച്ചെടുത്ത് മാറ്റുകയോ ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികളോട് അതിന് ചിഹ്നം ഇടാൻ ആവശ്യപ്പെട്ടു. അപ്പൊ PT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകം എന്ന ഭാഗം ഒരു വിശ്വാസിയുടെ കണ്ടെത്തൽ എന്ന ലേഖനത്തില് പടച്ചോനോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭ്രാന്തന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഭ്രാന്തൻ തന്നെയാണ് PT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയിൽ പടച്ചോനായിട്ട് സംസാരിക്കുന്നത്. ഭ്രാന്തന്റെ സംസാരം ഒരിക്കലും സഭ്യമോ പണ്ഡിതന്റെ ഭാഷയോ ആകത്തില്ലല്ലോ. സാഹിത്യത്തിൽ അതിനെ കറുത്ത ഹാസ്യം എന്നെങ്ങാണ്ടാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഞാൻ മലയാളം എടുത്ത ആളാണ്. ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ അതിനെ പറയാറുണ്ട്. അപ്പോൾ ബിരുദാനന്തര ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് അതൊക്കെ. ഇത്തരത്തില് ഇതുപോലെയുള്ള ശകാര വാക്കുകൾ സാഹിത്യത്തിൽ എമ്പാടുമുണ്ട്. അങ്ങനെയാണ് PT കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയിൽ പടച്ചോനെ നായിന്റെ മോനെ എന്നുള്ള സംഭാഷണ ശകലങ്ങൾ വന്നത്. ആ സംഭാഷണ ശകലങ്ങൾ ചിഹ്നം ചേർക്കുന്നതിന് വേണ്ടി ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തി എന്നൊരു കാര്യം മാത്രമേ ജോസഫ് മാഷ് ചെയ്തിട്ടുള്ളൂ. ഭ്രാന്തൻ കുഞ്ഞു മുഹമ്മദ് എന്ന പേര് കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് എന്ന് ചുരുക്കി എഴുതി എന്നാണ് ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. മുഹമ്മദ് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ പേരുള്ളത്. സത്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് അതല്ലെങ്കിൽ നബി തിരുമേനി, നബീസ എന്നൊക്കെയാണ് മലയാളത്തിൽ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പോ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ വലിയ ഒരു ക്യാമ്പയിൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അവരാരും നബീസാന്നോ ഫാറൂഖ് എന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ അഡ്രസ് ചെയ്യുന്നത് മുഹമ്മദ് എന്ന് മാത്രമാണ്. എന്തായിരുന്നാലും പാഠഭാഗം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടുന്ന കാര്യം ഇതിനകത്തുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് പൊലിപ്പിച്ചത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്കോ ചോദ്യപേപ്പർ അംഗീകരിച്ച കോളേജ് പ്രിൻസിപ്പളിനോ ഒന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ന്യൂനത ആരോപിക്കാൻ ഉണ്ടായിരുന്നില്ല. പ്രതിഷേധം ചോദ്യപേപ്പർ കണ്ട ആളുകൾ പോലുമല്ല ഉയർത്തിയത്. എന്നിട്ടാണ് ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇവർ ഓടിയെടുത്തത്. അങ്ങനെ പട്ടാപ്പകൽ ആ മനുഷ്യനെ ഇവർ കൈവച്ചു. ഇസ്ലാമിന്റെ ശിക്ഷാരീതി, ഖുർആൻ പറഞ്ഞ ശിക്ഷാരീതി അവർ നടപ്പിലാക്കുകയും ചെയ്തു. ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള മനുഷ്യനല്ല. ഇന്നും അദ്ദേഹം ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തെന്നു, ഞാൻ പ്രവാചക നിന്ന് നടത്തിയെന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നമ്മുടെ മാമന്റെ വാക്കുകളുമായിട്ട് ഇത്രയും കൂടി കൂട്ടി യോജിപ്പിക്കണമെന്ന് തോന്നി. ഓക്കെ, അതായത് ഇവിടെ ഒരു കാര്യം പറഞ്ഞത് മാറിപ്പോയി. ആ ജോസഫ് മാഷിന്റെ തല വെട്ടണം എന്ന് പറഞ്ഞത് PC ജോർജ് ആണ്. ഇന്നും അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും നോക്കിയാൽ കാണാം. PC ജോർജ് ആണ് പറഞ്ഞത് കൈയല്ല വെട്ടുന്നത്, തലയാണ് വെട്ടുന്നത്. കാരണം PC ജോർജ് പോലെ ആളുകളാണ് ഇവിടേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കൈ വെട്ടിയത് പോലെ തല വെട്ടണമെന്നാണ് ഇദ്ദേഹം ഒക്കെ പറയുന്നത്. നമ്മൾ അതിനെതിരെയൊക്കെ സംസാരിക്കണം. വീഡിയോ കേട്ടിട്ടുണ്ടോടാ നീ? അബ്ദുൽ നാസർ മദനിയുടെ വീഡിയോ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പ്ലേ എന്റെ കയ്യിലുണ്ട് ആ വീഡിയോ. എന്റെ കയ്യിലുണ്ട്. അതിന് മുന്നും പിന്നും കൂടി കേൾപ്പിക്കണേ. അതിന് മുന്നും ജസ്റ്റ് മുമ്പുള്ള വരി പിന്നുള്ള വരി കൂടി കേൾപ്പിക്കണേ. എന്റെ കയ്യിലുണ്ട് ആ വീഡിയോ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പ്ലേ ചെയ്യാം. ശരി, ചോദിക്കട്ടെ. ഈ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ?
ഖുർആൻ അല്ല അടിസ്ഥാനത്തിലുള്ള ഒരു ശിക്ഷാവിധി ആയിരുന്നോ അത്? അല്ല ജാമിദ ടീച്ചറെ പി സി ജോർജ് പറഞ്ഞത് അബ്ദുൽ നാസർ മദനി ഇങ്ങനെ പ്രസംഗിച്ചു എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അവർ ആ ഒരു ഭാഗം മാത്രം. അതും എന്റെ കയ്യിലുണ്ട്. പി സി ജോർജ് അബ്ദുൽ നാസർ മദനി പറഞ്ഞ ഭാഗത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണത്. ഞാനത് കണ്ടിട്ടുണ്ട്. അതല്ല, ഖുർആനിലെ വചനമുണ്ട്. ഖുർആൻ അറിയാതെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ വരരുത്. അത് ഇസ്ലാമിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ലെന്ന് ആര് പറഞ്ഞു? അന്ന് നിങ്ങൾ ചോദിക്കാൻ വചനം എനിക്കറിയാലോ ഏതാണ് കോണ്ടസ്റ്റ് എന്ന്. ശരി, പറയൂ. ഒറ്റ ബാക്കി ഞാൻ പറഞ്ഞു. ഒന്ന്, ഇസ്ലാമിലെ നിയമം ഒന്ന് ഭരണാധികാരികൾ നടത്താനുള്ളതാണ്. എന്നാര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? ഇടയ്ക്കേറല്ലേ നിങ്ങൾ ഇടയ്ക്കേറല്ലേ ഞാൻ പറയാം. സുബമന ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യും. ഞാൻ ഒരു മിനിറ്റ് എടുത്ത് പറയാൻ. ഇയാൾ ഒരു മിനിറ്റ് എടുത്ത് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തിട്ടിരിക്കാൻ. ജാമിദ ടീച്ചർ റിപ്ലൈ തരും. അപ്പൊ ഞാൻ പറയാലോ. അയാള് പറഞ്ഞു. ഒന്ന്, ഇസ്ലാമിലെ നിയമം വ്യക്തികൾക്കോ ആർക്കും നടത്താനുള്ളതല്ല. ഒരു പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഖുർആനിൽ എവിടെയില്ല. പിന്നെ ഈ എതിർ ദിശയിൽ നിന്ന് കൈ വെട്ടണം കാല് വെട്ടണം എന്ന് പറഞ്ഞത് ഇവർ കോണ്ടസ്റ്റ് എടുത്ത് അത് ഒരാളടുത്തൊന്നും പറയില്ല. എന്നിട്ട് ആ വചനം കോണ്ടസ്റ്റിന് വിപരീതമായിട്ട് ഇവർ അവതരിപ്പിക്കും. അതായത് ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമുള്ളവര് അത് പറയുന്നത്. ഈ വചനം ഏത് ഘട്ടത്തിൽ അവതരിച്ചതാണ്? അതിന്റെ വ്യാഖ്യാനം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രണ്ട് ആൾക്കാരെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് കൊന്ന് കൈകാലുകൾ വെട്ടിയിട്ട് ഒട്ടകങ്ങളെ മോഷ്ടിച്ച് ചതിയും വഞ്ചനയും എല്ലാം ചെയ്ത ആളുകൾക്കെതിരെ എടുത്ത പ്രവർത്തനത്തിന്, ആളുകൾക്കെതിരെ എടുത്ത ആ ദുഷ്ടന്മാർക്കെതിരെ എടുത്ത നടപടിനെ ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിൽ തന്നെ നുണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് ഇനി മ്യൂട്ട് ചെയ്യണം. ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല. ജാമിദ ടീച്ചർ റിപ്ലൈ തരും. അല്ല, ആ ഖുർആൻ വചനം ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്നും ആ ശിക്ഷാരീതി ആരാണ് നടപ്പിലാക്കേണ്ടതെന്നും ആ ഖുർആൻ വചനങ്ങളിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ? ആരോട് എപ്പോൾ പറഞ്ഞു? പണ്ഡിതന്മാരാണോ പറയേണ്ടത്? ഖുർആൻ ഒരു ശിക്ഷാവിധി പറയുമ്പോൾ അതിനകത്ത് പറയണ്ടേ ഇത് നിങ്ങൾ നടപ്പിലാക്കാനല്ല കേട്ടോ എന്ന്? എന്തിനാ പഠിച്ചോന്റെ കിതാബ് പടപ്പുകൾ ന്യായീകരിക്കേണ്ടി വരുന്നത്? താങ്കൾ പറഞ്ഞ ആ ഒട്ടകത്തിന്റെ വിഷയവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മദീനയിൽ വന്നു. അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒട്ടകത്തിന്റെ പാലും മൂത്രവും കുടിച്ചോ, നിങ്ങളുടെ പകർച്ചവ്യാധി മാറുമെന്ന്. അവർ കുടിച്ചു, അവരങ്ങനെ മാറി. അന്ന് രാത്രി തന്നെ അവര് ഒട്ടകത്തിന്റെ ഇടയന്മാരെ ഒക്കെ കൊന്നിട്ട് ഒട്ടകത്തെ അടിച്ചുകൊണ്ടുപോയി. നേരം വെളുത്തപ്പോഴാണ് പ്രവാചകൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ പ്രവാചകനാണ് അനുയായികളോട് കൽപ്പിക്കുന്നത്, അവരെ പിടിച്ചു കൊണ്ടുവരൂ, അവരുടെ കൈകളും കാലുകളും ഛേദിക്കൂ, 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തേക്കൂ, ഒരു വെയിലിൽ ഇട്ടോളൂ, അവർക്ക് വെള്ളം കൊടുക്കണ്ട, അങ്ങനെ കിടന്ന് ചത്തോട്ടെ. ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന പ്രബല പ്രമാണമായിട്ടുള്ള ഹദീസാണത്. ആ ഹദീസിന് എതിരെ എങ്ങനെയാണ് ഖുർആൻ വചനം, ഈ വചനം അവിടെ വന്നത്? നിങ്ങളോട് ആരാ പറഞ്ഞു? അത് പറയേണ്ടത് പ്രവാചകനല്ലേ? ഇതും തമ്മിൽ എന്ത് കോണ്ടെക്സ്റ്റിൽ ആര് വിരോധം വരുത്തിയെന്നാ പറയുന്നത്? ഇസ്ലാമിനോട് ആർക്കാ വിരോധം? പുച്ഛമാണ്, പുച്ഛം. പറഞ്ഞോട്ടെ, ഒന്ന് മറുപടി പറയാലോ. മറുപടി പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് സുബമാനെ. മാമൻ ഒന്ന് ഇച്ചിരി ഒന്ന് സൗണ്ട് കൂട്ടി പറയണേ, കേൾക്കുന്നില്ല. മാതിരി തെറിപ്പിച്ചതാണ്. ഇവൻ പറഞ്ഞതല്ല. ഇവൻ തക്കിയട ആശാനും അതിന്റെ ആശാനും ഇവനെ പോലെ ഇത്രയും ഒരു ഇസ്ലാമിസ്റ്റ് ഇവനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചാവേറാണ്, പൂറിക്ക് വേണ്ടിയിട്ട് നടക്കുന്നതാണ്. അത് വെളുപ്പിക്കാൻ നിൽക്കുന്നതാണ്ടല്ലേ. അതിന് ഓർമ്മ വരുന്നുണ്ടോ? ഒരു സ്വന്തം മകൻ വാപ്പാന്റെ തലവെട്ടിയതാണ് അബ്ദുൽ നാസർ മദനി അങ്ങോട്ട് പറയുന്നത്. ഇതേമാതിരി ഇയാൾക്ക് എന്തോ ദുരിതം, ഞാനത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. മുഹമ്മദിനെ കുറിച്ച് എന്തോ പറയുകയോ എന്തോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തതിന് ശേഷം
മകൻ വന്നിട്ട് തല വെട്ടി ഫുട്ബോൾ മാതിരി അങ്ങോട്ട് തെറിപ്പിച്ച കാര്യമാണ് ഇയാള് പറയണം. മറുപടി പറഞ്ഞോട്ടെ. നീ മറുപടി പറയണ്ട. അല്ല, അയാള് പറഞ്ഞോട്ടെ. ഈ ഖുർആൻ വചനം ഈ ലോകത്തുള്ള അവർക്കുള്ള ശിക്ഷയാണ് എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. 33-ാം അധ്യായം 5-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനത്തിന്റെ ശിക്ഷാവിധിയാണ് ജോസഫ് മാഷിന്റെ ശിക്ഷാരീതിയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത്. അത് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ചെയ്യാൻ അധികാരമുണ്ട് ഖുർആൻ നിയമപ്രകാരം. അതില്ല എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് ഖുർആനിന്റെ നിയമമാണെന്നും അവരത് ചെയ്യാൻ 100% ബാധ്യസ്ഥരാണെന്നും ഖുർആൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 5-ാം അധ്യായം 33-ാമത്തെ വചനം വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഭരണാധികാരിയാണ് അത് ചെയ്യേണ്ടത് എന്ന് താങ്കളും അതുപോലെ ഖുർആൻ വെച്ചിട്ട് സമർത്ഥിക്കണം. സൂപ്പർമാൻ ഒരു മിനിറ്റ്, റെഫറൻസ് വെച്ചിട്ടേ പറയാവൂ. ഇവിടെ റെഫറൻസ് ഇല്ലാതെ ഒന്നും പറയരുത്. ഓക്കെ, വിത്ത് റെഫറൻസ് താങ്കൾ എന്ത് വേണമെങ്കിലും ഒരു മിനിറ്റ് എടുത്ത് പറഞ്ഞു വിത്ത് റെഫറൻസ്. ഓക്കെ, മറുപടി പറയട്ടെ. ഒന്ന്, ഇവിടെ മാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറുപടികളൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആവശ്യമില്ലാതെ ടീച്ചറിന്റെ മറുപടി. അയാൾ എനിക്കെതിരെ മറുപടി പറഞ്ഞു, അത് പറഞ്ഞിട്ട് ഞാൻ ജാമ്യതക്കുള്ള മറുപടി കൊടുക്കുള്ളൂ. താങ്കൾ ജാമ്യത ടീച്ചറിനോട് മറുപടി വിത്ത് റെഫറൻസ് പറ പ്ലീസ്. ഇവിടെ മാമൻ ഇവിടെ സംസാരിക്കുന്ന അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സംസാരിപ്പിക്കട്ടെ. ഈ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. താങ്കൾ ഇപ്പോൾ ജാമ്യത മറിയം സിസ്റ്ററെ മാമിനച്ചാൻ പറഞ്ഞ ഉള്ളതാ. അതെ, ഇപ്പൊ താങ്കള് ഈ ചർച്ചയ്ക്ക് ഹലോ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മാമൻചാൻ ഇപ്പം സമാധാനത്തോടെ സംസാരിക്കാനാണ് യേശു പറയുന്നത്. സമാധാനത്തോടെ സംസാരിക്കാം. യേശു പറഞ്ഞതെന്ന് നീ പറയണ്ട. യേശു പറഞ്ഞതെന്ന് നീ പറയണ്ട. യേശു പറഞ്ഞത് നീ പറയണ്ട. യേശു പറഞ്ഞത് നീ പറയണ്ട. നിന്റെ ഒരു വാക്ക് ഇവിടെ വേണ്ട. മാമച്ചൻ പറഞ്ഞാണ് യേശു പറഞ്ഞത് പഠിപ്പിക്കാൻ. ഈ നാരിയൊക്കെ ഇവനെയൊക്കെ മാന്യതയോട് സംസാരിക്കാൻ അവന്റെ അമ്മയുടെ ഇവനെയൊക്കെ മാന്യതയോട് സംസാരിക്കുന്നത് നമ്മളുടെ തെറ്റാ. ഇവനോടൊക്കെ മാന്യമായി സംസാരിക്കുന്നത് നമ്മുടെ തെറ്റാ. ജാമ്യതയ്ക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ കൊടുക്കടാ, അല്ലെങ്കിൽ താഴ്ത്തു പോടാ. ഓക്കെ, സുകുമാനെ, താങ്കൾക്ക് ജാമ്യത ടീച്ചറിന് അത് റെഫറൻസോട് കൂടി തന്നെ. ജാമ്യത ടീച്ചർ ഇപ്പൊ റെഫറൻസ് വെച്ചിട്ടാ പറഞ്ഞത്, അതിന് മറുപടി കൊടുക്കാൻ. ഒന്ന് റെഫറൻസ് എടുത്തോളൂ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നോ പ്രോബ്ലം. ശരി, അദ്ദേഹം വരുന്നതുവരെ ഞാൻ എൻ്റെ റെഫറൻസിനെ സംബന്ധിച്ച് നിങ്ങളോട് പ്രൂവ് ചെയ്യാം. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുവാണ്, അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്തവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഈ ശിക്ഷാരീതിയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷയുടെ വിഷയത്തിൽ നടപ്പിലാക്കിയത്. ഇതിനെ സംബന്ധിച്ച് അബ്ദുൽ നാസർ മദനി പറഞ്ഞത്, ഒരിക്കല് പ്രവാചകന്റെ അടുത്ത് നിൽക്കുന്നു പ്രവാചകന്റെ ഒരു അനുചരനും അദ്ദേഹത്തിന്റെ പിതാവും. അപ്പൊ ഈ പിതാവ് ഘോരഘോരം പ്രവാചകനോട് മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു, തർക്കിച്ചു കൊണ്ടേയിരിക്കുന്നു. മുഹമ്മദേ, താങ്കളോട് മറുപടി പറയുന്നത് എന്റെ വാളായിരിക്കും, അതുകൊണ്ട് എന്റെ വാളിനോട് മറുപടി പറയൂ എന്ന് ആ മനുഷ്യൻ പറയുന്നു. അപ്പോൾ പ്രവാചകൻ മിണ്ടാതിരുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ മകനുണ്ട് അടുത്ത്. പ്രവാചകരെ, ഞാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്. ഇത് 3-ാമത്തെ തവണയും മുഹമ്മദിനോട് ധൈര്യമുണ്ടെങ്കിൽ, യോദ്ധാവാണെങ്കിൽ നീ എന്നോട് യുദ്ധത്തിന് വരൂ എന്ന് ഈ പിതാവ് പറയുകയും അങ്ങനെയാണ് ഈ മകൻ ആ ശിക്ഷാരീതി നടപ്പിലാക്കുവാണ്. പിതാവിനെ ആഞ്ഞ് തലയിൽ വെട്ടിയെടുക്കുന്നു. എന്നിട്ട് ഈ തല അന്തരീക്ഷത്തിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്നു, വെട്ടി അരിയുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ്
അബ്ദുൽ നാസർ മദനി അത് പറഞ്ഞത്. ഇപ്പോൾ പ്രവാചകനാണ് ആ ശിക്ഷാരീതി നടപ്പിലാക്കിയതെങ്കിൽ നമുക്ക് പറയാം ഒരു ഭരണാധികാരി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളായിരുന്നെന്ന്. പക്ഷേ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ഇത്തിരി പോന്ന തന്നെ വളർത്തി വലുതാക്കിയ സ്വന്തം പിതാവിന്റെ തല വെട്ടിയെടുത്ത ആ യുവാവിനെ ആശ്ലേഷിച്ച ആ യുവാവിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അതായത് ഈ ശിക്ഷാരീതി ആരായിരുന്നാലും ശരി നടപ്പിലാക്കേണ്ടതായിരുന്നു എന്ന സന്ദേശമാണ് പ്രവാചകൻ അവിടെ നൽകിയത്. ശരി, നിങ്ങൾക്ക് തുടരാം. അത് പച്ച നുണയാണ്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ പറയുന്നു ഇവരുടെ വാക്കുകൊണ്ടിട്ട് ഒരാള് എതിർപക്ഷത്ത് വാളുമായിട്ട് വന്നു യുദ്ധം ചെയ്യാനായിട്ട്. അപ്പൊ തന്നെ അവിടെ ഇവര് തന്നെ പറയുന്ന വാക്കാണ് വാളുമായിട്ട് ഒരാൾ യുദ്ധം ചെയ്യാൻ വന്നു. ഇപ്പൊ നമുക്ക് മഹാഭാരതമൊക്കെ വായിച്ചു നോക്കി അറിയാൻ പറ്റും. പിതാക്കളും മക്കളും തമ്മിൽ യുദ്ധം നടന്നിട്ട് മക്കള് പിതാക്കളെ കൊല്ലുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ചിന്ത എന്താണ്? സുഹൃത്തെ ഞാൻ പറഞ്ഞത് അബ്ദുൽ നാസർ മദനി പറഞ്ഞതാണ്. അബ്ദുൽ നാസർ മദനിയുടെ പ്രഭാഷണമാണത്. മറുപടിയാണ് വേണ്ടത്, അല്ലാതെ നിന്റെ മദ്രസ പൊട്ടത്തരമല്ല. ജാമിദ പറഞ്ഞതിന് നീ മറുപടി അഫ്സലെ നമ്മളിവിടെ മഹാഭാരതമോ ഗീതയോ ഒന്നും അല്ല അഫ്സൽ, അതുകൊണ്ട് അതേ നിർദ്ദിഷ്ടിക്കൊണ്ട് വിളിച്ചത്. അഫ്സലെ താങ്കൾ അത് സ്റ്റിക്ക് ചെയ്തിട്ട് പറയും മറുപടി. അവർക്കുള്ള മറുപടിയിൽ അവര് പറഞ്ഞ തലവെട്ട് കൈവെട്ട് യുദ്ധം എല്ലാം അയ്യോ ഒരു പാവത്തിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. അതെ, അത് തന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു പ്രധാനമന്ത്രിക്ക് ഇവരെന്ത് റെഫറൻസ് ഇപ്പൊ പറഞ്ഞത് 5:33. അതിലെവിടെ ആർക്ക് നിയമം നടപ്പാക്കാന്ന് എവിടെ? പ്രവാചകൻ മദീനയിലെ ഭരണാധികാരിയാണ്. ഖുർആൻ ആർക്കിറങ്ങിയതാ? ഖുർആൻ ആർക്കിറങ്ങിയതാ? അതുപോലും അറിയാം. ഖുർആൻ ആർക്കിറങ്ങിയ ഗ്രന്ഥമാണ്? അതുപോലെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത്, മറുചോദ്യമല്ല. ഖുർആൻ ആർക്കിറങ്ങിയ ഗ്രന്ഥമാണ്? എനിക്കറിയില്ലല്ലേ? എനിക്കറിയില്ലത്. അറിയില്ല. 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 ശരി, എന്നാ ഞാൻ പറഞ്ഞു തരാം. ഇന്ന സ്വലാത്ത ഞാൻ പറഞ്ഞുതരാം. സൂപ്പർമാൻ അവിടെ നിൽക്ക്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിർബന്ധമായിട്ടും നമസ്കാരം ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധിതമായ കർമ്മമാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അത് നമ്മൾ വിശ്വാസികളോടാ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് ഖുർആൻ വിളിച്ചല്ലോ. അത് നമ്മളെ ഓരോരുത്തരെയുമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നമ്മളോടാ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്ത്. കാര്യം പറയുന്നു. സുഹൃത്തെ ഞാൻ പരസ്പര ബന്ധമില്ലാതെ അല്ല സംസാരിക്കുന്നത്. ഖുർആൻ ആർക്കിറങ്ങിയതാണ് എന്ന ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഇല്ല. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഇറങ്ങിയതാണ് ഈ പുസ്തകം. മറുപടി പറയേണ്ട കാര്യം ലോകാവസാനം വരെയുള്ള അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ സമ്മതിക്കാൻ വന്നത്? നീ വിഡ്ഢി ചോദ്യമല്ല ഇത്. ഖുർആനിനെ കുറിച്ചിട്ടുള്ള അടിത്തറ പോലും നിനക്കറിയില്ല. അതിന്റെ ബേസിക് വിജ്ഞാനം പോലും നിനക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇത് ഭരണാധികാരിയാണ് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടതെന്ന്. ആ അധ്യായം മുഴുവനും വായിച്ചിട്ട് ഭരണാധികാരിയോടുള്ള ഒരു വചനം ഒന്ന് കാണിക്കാമോ? ഒന്ന് തെളിയിക്കാമോ? ഈ ഖുർആൻ പറഞ്ഞത് ജനങ്ങളോടാണ്. ഈ ഖുർആൻ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. ഇൻറപ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോൾ സംസാരിക്കുക. താങ്കൾ പറഞ്ഞത് തെറ്റായത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. സൂപ്പർമാൻ ഒരു സെക്കൻഡ്. അതായത്
ജാമിദ ടീച്ചർ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ജാമിദ ടീച്ചർ സംസാരിക്കുന്നവരും അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റാരും മോഡ് ചെയ്യാൻ വരുന്നില്ല. അതുകൊണ്ട് സൂപ്പർമാൻ കറക്റ്റ് നിന്നില്ലെങ്കിൽ നമുക്കത് കേൾക്കാനൊക്കെ പറ്റും. നമ്മളത് കേൾക്കാതിരിക്കുന്നതാണ്. ഓക്കെ, പറഞ്ഞോളൂ ജാമിദ ടീച്ചർ. ഖുർആൻ ഇറങ്ങിയത് ലോക അവസാനം വരെയുള്ള മനുഷ്യനു വേണ്ടിയാണ്. ഇവര് പറയുന്നത് പോലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണാധികാരികളും ശിക്ഷ നടപ്പിലാക്കണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്നവരോട് നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പോലും സ്വന്തം പിതാവിന്റെ തലയെടുത്തവനെ പ്രവാചകൻ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ മോനെ ഞാനാണ് ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ആയിഷയുടെ വീട്ടിലേക്ക് ആയിഷയുടെ വീട്ടിൽ ഒരു പട്ടാളക്കാരൻ കുറ്റവാളിയെ കൊന്ന പത്മശ്രീ കൊടുക്കും. രാജ്യത്തിലെ ഏറ്റവും വലിയ ബഹുമതി നൽകും. അതുപോലും അറിയാതെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഖമാനത്ത് എനിക്ക് കുറച്ചെങ്കിലും ബോധം വേണം. അയാൾക്ക് ഏറ്റവും നല്ല പുരസ്കാരം കൊടുക്കും. പിന്നെ ഭയങ്കര രാജാവായിരുന്നു. യേശു രാജാവായിരുന്നില്ല കേട്ടോ. സത്യം, യേശു രാജാവായിരുന്നില്ല, അധികാരവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളാരും പറഞ്ഞോ യേശു രാജാവാകാൻ? മോശ പ്രവാചകന് അധികാരം ഉണ്ടായിരുന്ന രാജാവ്. യേശു രാജാവായിരുന്നു. അതുകൊണ്ടൊന്നും അതായത് മോശ പ്രവാചകന് രാജാവായിരുന്നു, യേശു രാജാവായിരുന്നു. എന്താണ് രാജാവിന് പണയം വെക്കാൻ പാടുന്ന ഒരു നിയമമുണ്ടോ? ഇപ്പൊ യേശു കുപ്പായം ഇട്ടിട്ട് വാളുകൾ വാങ്ങിക്കാൻ പറഞ്ഞു. യേശു കുപ്പായം ഇട്ടിട്ട് വാളുകൾ വാങ്ങിക്കാൻ പറഞ്ഞു. അതേ നിനക്ക് പറ്റുള്ളൂ. നിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ഈ ടീച്ചർ ജാമിദ ഇങ്ങനെയുള്ള ഒരു വഷളൻ ചെക്കനുമായിട്ടാണല്ലോ ജാമിദയെ പോലെയുള്ള ഒരു പണ്ഡിത സംസാരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഏതെങ്കിലും ഒരു മാന്യ വ്യക്തിയെ കൊണ്ടുവരാൻ പറയുമോ? ഈ ഊപ്പച്ചക്കനെ പുറത്താക്കും. ഇവനൊന്നും അറിയില്ല, ഇസ്ലാം അറിയില്ല. മുസൽമാന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മോമിന് വേണ്ടിയാണ് യാ അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് എന്ന് ജാമിദ പറഞ്ഞത് ഇവന് അറിയുന്നില്ല. എല്ലാ മുസ്ലിങ്ങൾക്കുമായിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം പോലും ഈ പയ്യൻ അറിയുന്നില്ല. എന്തിനാണ് ജാമിദ ഈ സമയം വേസ്റ്റ് ആക്കുന്നത്? രാജകീയമായ ഒരു പദവിയാണ് ജാമിദയ്ക്ക് ഇവിടെ ഉള്ളത്, ലോകം തരുന്നത്. ഇങ്ങനെയുള്ള ഊപ്പകളുമായി സംസാരിച്ച് വില കളയരുത് എന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തെ, ചില കാര്യങ്ങൾ പ്രവാചകനോടാണ്, ചില കാര്യങ്ങൾ ഭരണാധികാരികളോടാണ്, ചില കാര്യങ്ങൾ മനുഷ്യരോടാണ്, ചില കാര്യങ്ങൾ സത്യവിശ്വാസികളോടാണ്. അവാർഡ് കൊടുക്കുന്നത് എന്തൊക്കെ ചില കാര്യങ്ങൾ മനുഷ്യരോടാണ്, ചില കാര്യങ്ങൾ സത്യവിശ്വാസികളോടാണ്. അതോ ഇതാണോ ജനിച്ചത്? അത് നിങ്ങൾ ബൈബിള് കറക്റ്റായിട്ട് വായിക്കാൻ ബൈബിള് പറയണ്ടല്ലോ. ബൈബിളില് സത്യത്തെ അവര് 11 മൂകരുമാണെന്ന് സത്യത്തിൽ പറയുന്നുണ്ട്. അത് ചിലപ്പോ നിങ്ങളെ പറ്റിയായിരിക്കും. രാഷ്ട്രപതി അവാർഡ് കൊടുക്കണം അല്ലേ? സ്വന്തം അപ്പന്റെ തല വെട്ടിട്ട് വന്ന രാഷ്ട്രപതി അവാർഡ് കൊടുക്കണം. ഈയിടെ ഇങ്ങനെ കുറച്ച് ചിന്തിക്കാനെങ്കിലും പഠിക്കണോ പോയി ഇരുന്നിട്ട് പൊട്ടത്തരങ്ങളെ വിളിച്ച് പറയുമ്പോ ഈ ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നെങ്കിൽ പൊട്ടത്തരം പറയുമ്പോ നിങ്ങളുടെ എല്ലാ ഒരു ലെവൽ എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ സംസാരിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ താഴെ വെക്കാം. ടീച്ചർ എന്താ പറയുന്നത്? താഴെ വെക്കണോ? താഴെ ഇറക്ക്. ഭയങ്കര ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. ഭയങ്കര അസ്വസ്ഥതയാണ്. ശരി, നമ്മൾ സംസാരിച്ചു വന്ന വിഷയം, നമ്മുടെ ശ്രോതാക്കളുണ്ട്, ഒരുപാട് ആളുകൾ ലൈവിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ഖുർആൻ ആര്, ആരോട്, എപ്പോൾ, എന്ത്, എങ്ങനെ, എത്ര എന്ന് ഒരു വചനത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല.
ഈ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണിത് മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടികൾ ഒരുപാട് പേര് വ്യാഖ്യാനിക്കണം, ന്യായീകരിക്കണം. ഈ മനുഷ്യൻ തന്നെ ഇപ്പൊ പറഞ്ഞത് ചില വചനങ്ങൾ മനുഷ്യരോടാണ്, ചില വചനങ്ങൾ സത്യവിശ്വാസികളോടാണ്. അപ്പൊ മനുഷ്യരും സത്യവിശ്വാസികളും രണ്ടും രണ്ടാണോ? ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള ബാലപാഠം അതാണ് പോലും അറിയാത്ത വ്യക്തികളാണ് ജാമിദ ഇവരൊക്കെ. ശ്രദ്ധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഉം. ആ കാര്യം ശ്രദ്ധിച്ചത് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഇസ്ലാമിന്റെ ബാലപാഠം പോലും ഇവർക്കറിയില്ല. ഖുർആൻ സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരോടുമാണ്. ഫബഷിർ ഇബാദ്, എന്റെ അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിപ്പിക്കുക. യസ്തമിഊനൽ ഖൗല, ഏറ്റവും നല്ല അവര് യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവർ. വയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നന്നായിട്ട് നല്ലതിനെ പിൻപറ്റുന്നവർ. ഫബഷിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്, അവർക്കാണ് അള്ളാഹുവിന്റെ സന്മാർഗമുള്ളത്, അവരാണ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഉറ്റാലോചിക്കുന്നവർ, അവർക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്നാണ്. അപ്പൊ ഈ ഖുർആനിന്റെ അധ്യാപനം കേൾക്കുന്ന എല്ലാവരും പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാണ്. പ്രവാചകൻ നേരിട്ടല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ശിക്ഷാരീതികളൊക്കെ നടപ്പിലാക്കിയിരുന്നത്. ഇപ്പോ പ്രവാചകന്റെ ഭാര്യമാര് അപ്പിയിടാൻ പോകുന്ന സമയത്ത് കുപ്പായം വരെ ഉമറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഈ ഖുർആൻ പോലും പ്രവാചകന്റെ ക്രോഡീകരണമല്ല, ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ബുദ്ധിവൈഭവമാണ് ഈ ഖുർആൻ പോലും ഇന്നിവിടെ നിലനിൽക്കാൻ കാരണം. അതുപോലെ പ്രവാചകനെ എതിർത്തിരുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കിയ പാരമ്പര്യം പ്രവാചകന്റെ അനുചരന്മാർക്കുണ്ട്. അപ്പോൾ ആ ശിക്ഷാരീതി നടപ്പിലാക്കിയത് നബി ആയിരുന്നില്ല, പ്രവാചകന്റെ അനുചരന്മാരായിരുന്നു. ഇന്ന് ഈ കേരളക്കരയില് ജോസഫ് മാഷുടെ കയ്യും കാലും വെട്ടിയതിനെ സംബന്ധിച്ച് ഒരൊറ്റ മുസ്ലിം പൗരോഹിത്യം പോലും, ഒരൊറ്റ മുസ്ലിം സംഘടനാ നേതൃത്വം പോലും അതിനെ എതിർക്കാതിരുന്നത് ഖുർആനിൽ ഈ വചനം കിടക്കുന്നത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് വ്യക്തമായി ഇവർ ഹിഡനായിട്ട് ചില ആശയങ്ങൾ അവർക്കിടയിൽ തന്നെ വ്യാപരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹുവിനെ എതിർത്താൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ ഭൂമിയിലെ കുഴപ്പം എന്താണ്? എല്ലാ തഫ്സീറുകളും പറയുന്നുണ്ട്, മതം വിടുക, മതത്തെ എതിർക്കുക. ഖുർആൻ തന്നെ വ്യക്തമായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ട് നേർക്കുനേരെ തന്നെ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ എതിർത്താൽ, അള്ളാഹുവും നബിയും പറഞ്ഞത് അംഗീകരിക്കാതിരുന്നാൽ, ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കാതിരുന്നാൽ അവനോട് യുദ്ധം ചെയ്യണമെന്നും അവനെ കൊന്നുകളയണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷാരീതിയാണ് ഇദ്ദേഹം നടപ്പിലാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സവാദ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ജോസഫ് മാഷിന്റെ കയ്യും കാലും പട്ടാപ്പകല് വെട്ടിയെടുത്തിട്ട് ആ മഴുവുമായി കണ്ണൂര് സുഖസുന്ദരമായി 10 വർഷത്തോളം, പിന്നീട് SDPIക്കാരന്റെ മകളെയും വിവാഹം കഴിച്ച് 2 പെൺമക്കളുമൊക്കെയായി പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതിനു ശേഷം അയാൾക്ക് മാസപ്പടി കിട്ടാതെ വന്നപ്പോൾ ആശാരിപ്പണി പഠിച്ചെടുത്ത് ആശാരിപ്പണിയും ചെയ്ത് ഇവിടെ സുഖസുന്ദരമായിട്ട് ഇവരുടെ തണലിൽ ജീവിച്ചത് ഖുർആനിന്റെ ശിക്ഷാരീതി നടപ്പിലാക്കിയ ബഹുമതി അയാൾക്ക് കിട്ടിയത് കൊണ്ട്. അയാളുടെ പേരിലുള്ള വസ്തുവകകൾ സർക്കാർ ഇന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന പണം സർക്കാർ ഇന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ശിക്ഷാരീതി നടപ്പിലാക്കാൻ ഖുർആൻ പറഞ്ഞത് ഓരോ വ്യക്തികളോടുമാണ്. ഒരിക്കലും ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭരണാധികാരിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ അറിയാത്ത ആളുകൾ ഖുർആനിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ പടച്ചോന്റെ ഗ്രന്ഥം വെച്ചിട്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പടപ്പുകൾ ന്യായീകരിക്കുകയും പടപ്പുകൾ പെയിന്റ് അടിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ അധോഗതിയാണ് അത് വിളിച്ചോതുന്നത്. ഓക്കെ, താങ്ക് യു. യെസ്. ഞാൻ 9 മണി വരെയാണ് ഡിസ്കഷൻ പറഞ്ഞിരുന്നത്. എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കട്ടെ. രാജകീയമായ പ്രഭാഷണത്തിന്, രാജകീയമായ അവതരണത്തിന് വളരെ നന്ദിയുണ്ട്. എനിക്കുള്ള അപേക്ഷ, വലിയ ഒരു വ്യക്തിയുമായിട്ട് വേണം സംസാരിക്കാൻ ജാമിദ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ റൂമിൽ വന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. സന്തോഷം, സന്തോഷം. നമ്മുടെ സംവാദം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിനി അത് വലുതായിട്ട് വിഷയമാക്കണ്ട, അത് ഞാനങ്ങ് പരിഹരിച്ചോളാം, പ്രശ്നമില്ല. അത് ഞാൻ പരിഹരിച്ചോളാം, പ്രശ്നമില്ല രഞ്ജിനി. നമുക്കിടയിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ട. നോ പ്രോബ്ലം. അതെവിടെ കേട്ടു ഇവിടെ ഒഴിവാക്കിയൊക്കെ പ്രശ്നമില്ല.
അതെ CQ ഞാനത് റെഡിയാക്കിക്കോളാം, നോ പ്രോബ്ലം, പ്രശ്നമില്ല. രഞ്ജിനി നോ പ്രോബ്ലം, ഞാനത് പരിഹരിച്ചോളാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്. പോയേക്കാം, ഇനി നാളെ കാണാം. ഓക്കെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ടോപ്പ് ആൻഡ് ഗുഡ് നൈറ്റ്.